അപ്പൊ അതുകൊണ്ട് 66 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, മൊത്തം 66 പുസ്തകം. ഈ 66 പുസ്തകത്തെ 2 ഭാഗങ്ങളാണ്, പഴയ നിയമവും പുതിയ നിയമവും. ഇത് മുഴുവൻ നിയമമായത്. അപ്പൊ ഈ നിയമം ആദ്യം നമ്മൾ പാലിക്കണം, എന്നുവെച്ച് വേണം മറ്റുള്ളവരോട് മിണ്ടുന്നില്ല. ഉദാഹരണം, ഈ പുസ്തകം വെച്ചോണ്ടാ 4 പേര് ബൈക്കിൽ പോകുന്നത്. എങ്ങനെയുണ്ട് ചാക്കോച്ച? 2 വീലർ പോകാൻ 2 പേരാ പോകേണ്ടത്. ഈ പുസ്തകം എല്ലാവരുടെയും കയ്യിൽ കൊണ്ട് 4 പേര് മിണ്ടുന്നില്ല. നിയമപുസ്തകം കൈ വെച്ചോണ്ടാണ് നമ്മൾ നിയമം തെറ്റിച്ച് പോകുന്നത്. നമ്മൾ ചിലരുടെ ഒരിക്കലും എന്തിയ അച്ചായനും അമ്മ എന്തിയ അനാഥശാലയിലുണ്ട്. അതിന് പുസ്തകത്തിലല്ല, നിന്റെ പ്രായമുള്ള അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന പുസ്തകം എടുത്തോണ്ട് ഓടുക. അപ്പനും അമ്മയും അനാഥശാല രാവിലെ 5:30 കുർബാനയ്ക്ക് 10 മണിക്ക് തമ്പേറുമായിട്ട് അവിടുന്ന് കമത്തിട്ട് അടിക്കാന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നാളെ മറ്റന്നാളും ഒക്കെ അവർ നന്നായിട്ട് പറയും, ഇന്നിങ്ങനെ അങ്ങോട്ട് പോട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ പോട്ടെ. അപ്പൊ നിയമം പാലിക്കേണ്ടത് നമ്മളാ. ഇത് നിയമമാണ്, പഴയ നിയമവും പുതിയ നിയമം. അപ്പൊ 2 ഭാഗമായിട്ടാണ്. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. 40 എഴുത്തുകാർ, പലരും തമ്മിൽ കണ്ടിട്ടില്ല, പലരും പല ജീവിച്ചവരാ, പലരും പല നൂറ്റാണ്ടിൽ ജീവിച്ചവരാ. പക്ഷെ ഇത് എഴുതി ായി പുസ്തകത്തിന്റെ വിശേഷത എന്ന് പറഞ്ഞാൽ, പുസ്തകത്തിൽ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല, വെട്ടേണ്ട ഗതികേട് വന്നിട്ടില്ല, തൂക്കുറവർ കൊണ്ട് തൂത്ത് വേറെ ചേർക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. അതുപോലെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാൻ മുഖത്തില്ല. ഈ പുസ്തകം ലഭിച്ചതിനാൽ ദൈവത്തിന് മഹത്വം തരാം. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടെഴുതി. എല്ലാം വിവരിക്കാൻ നേരമില്ല, കർത്താവിന് മഹത്വം. അതില് പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാണ്. 8 എഴുത്തുകാര്. ആ 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര്, 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. 4 അപ്പോസ്തലന്മാര്. പിന്നെ 4 പേര് അപ്പോസ്തലന്മാരല്ല. അതാരാന്ന് ചോദിച്ചാൽ മർക്കോസും ലൂക്കോസും യാക്കോബും യൂദയും. ഈ 4 പേര് തൂങ്ങിച്ചത്ത യൂദയല്ല. ഞെട്ടുന്ന ചിലര്. അപ്പോൾ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അങ്ങനെ 8 പേര് ചേർന്ന പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയത്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ ഏറെ പുസ്തകം എഴുതിയത് അല്ല, വേറെ പുസ്തകത്തിൽ തന്നെ ഏറെ പുസ്തകം എഴുതിയത് പൗലോസ. ഏതാണ്ട് 13 ലേഖനം തീർത്ത് നമുക്ക് പറയാം. ഒന്ന് തർക്കത്തിലാണെങ്കിലും ഞാൻ തർക്കിക്കാനില്ല, കാരണം സഭയ്ക്കും തർക്കമില്ല. 14 പൗലോസ് എഴുതിയതാണ്. അപ്പോൾ ഏറെ പുസ്തകം എഴുതിയത് ധന്യനായ പൗലോസ്. തൊട്ട് പുറകെ 2 പേരാണ് നിൽക്കുന്നത്. പഴയ നിയമത്തിലും ഉണ്ട് ഒരാൾ, പുതിയ നിയമത്തിലും ഒരാൾ. പഴയ നിയമത്തിൽ തൊട്ട് പുറകെ നിൽക്കുന്ന 5 പുസ്തകം എഴുതിയ മോശെ, പുതിയ നിയമത്തിൽ 5 പുസ്തകം എഴുതിയ യോഹന്നാൻ. ഇങ്ങനെയാണ് 2 പേര് സമസമമാണ്. അപ്പോൾ വേദപണ്ഡിതാക്കൾ പറയുന്നത് ഈ പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥമാണ് യോഹന്നാന്റെ പുസ്തകം. അല്ല, അവൻ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥം മോശെ എഴുതിയ ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെ 5 പുസ്തകം. പുതിയ നിയമത്തിലെ 5 പുസ്തകം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലന. 1 സുവിശേഷ പുസ്തകം. 2ാമത് എഴുതിയത് 3 ലേഖനം അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. യോഹന്നാന്റെ 1ാം ലേഖനവും 2ാം ലേഖനവും 3ാം ലേഖനവും. പിന്നെ വെളിപ്പാട് പുസ്തകം. വളരെ ശക്തമായിട്ട് ദൈവം യോഹന്നാനെ ഉപയോഗിച്ചു. ഞാൻ പറയാറുണ്ട്, യോഹന്നാന്റെ ഒരു പ്രത്യേകത, പ്രാരംഭത്തിലൊക്കെ അല്പം എടുത്തിയാട്ടക്കാരൊക്കെയാ. അവർ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് യാക്കോബ് എന്ന. യോഹന്നാന്റെ സഹോദരൻ യാക്കോബ്. ഇവരുടെ അപ്പച്ചന്റെ പേര് സെബദി എന്ന. അതുകൊണ്ട് ആ സെബദി പുത്രന്മാര് എന്ന്. അമ്മയുടെ പേര് ശലോമയ. അത് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയത്തിന്റെ ഇളയ സഹോദരിയാണെന്നാ പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം. എന്നാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ? ദൈവത്തിന്റെ മഹത്വം. അതോ ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആണോ എന്നുള്ളതാണ്. അതിങ്ങനെ വിരിക്കുന്നുണ്ട് ഈ മഴയൊക്കെ പിടിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ യോഹന്നാന്റെ അമ്മ, യേശുക്രിസ്തുവിന്റെ അമ്മ മറിയത്തിന്റെ ഇളയ സഹോദരി ശലോമ. അപ്പനാണ് സെബദി. 2 സഹോദരങ്ങള് യാക്കോബും യോഹന്നാനും. ഇവരെ പറ്റി ഒരു പ്രയോഗം ഇടിമക്കൾ എന്ന. ഇടിമക്കള് നമ്മുടെ സഭയിലൊക്കെ ഇടിമക്കളുണ്ട്. കമ്മിറ്റി കൂടുമ്പോ ഉണ്ട്. ഇടിച്ചിടിച്ച് ഒരേ സഭ ഉണ്ടാക്കുക. ഇവിടെ ഇടി, അപ്പോൾ ഒരു സഭ, പിന്നെ സഭ ഉണ്ടാകുന്ന വലിയ കാര്യം.
അപ്പോൾ ഇടിമക്കള് ദൈവത്തിന്റെ മകൾ. നാളെ ഒരാൾ പറഞ്ഞു അവൻ എന്നെ അറിയത്തില്ലെന്ന്. ഞാൻ ഇവിടുത്തുകാരനാ, എന്നെ എന്നോടല്ല മിണ്ടുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലയോ? ഇടിമക്കള്. ഒരാള് പണ്ട് പറഞ്ഞു പാലത്തിന് ഇക്കരെ കയറുകയായിരുന്നു. ഏത് പാലമാ? മിണ്ടുന്നില്ല. ചാത്തങ്കേരി എന്നെ വരും പമ്മയിരിക്കുന്നത്. ഇടിമക്കള്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവര് ക്ഷിപ്രകോപികൾ എഴുതിയാട്ടക്കാരാ. അതുകൊണ്ട് ഈ യേശു ശുശ്രൂഷകളൊക്കെ ചെയ്ത് വചനം പറഞ്ഞപ്പോൾ ചിലരെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇവര് വന്ന് പറഞ്ഞു തീ ഇറക്കിയേക്കട്ടെ. കർത്താവ് പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത്, നമ്മുടെ മാർഗം അങ്ങനെയുള്ളതല്ല. അപ്പൊ അല്പം എടുത്തിയാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം ഈ യോഹന്നാനെ പാകപ്പെടുത്തി ക്രമപ്പെടുത്തി കർത്താവിന്റെ ശുശ്രൂഷയിൽ ശക്തനാക്കി തീർത്തു. ഇവരെ വിളിച്ചപ്പോ തന്നെ അങ്ങനെ യേശു ഗലീല കടപ്പുറത്തോടെ നടന്നപ്പോൾ ആദ്യം രണ്ടുപേരെ കണ്ടു. ആ രണ്ടുപേര് പത്രോസും പത്രോസിന്റെ സഹോദരൻ ആന്ത്രയോസുമാണ്. അവർ രണ്ടുപേരും വല വീശുന്നു. മീൻ കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല. സാറ് പറഞ്ഞു ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് ഇതുവരെ കിളിച്ചില്ലെന്ന്. കിളിക്കും, കാരണം എന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. സ്തോത്രം. എറിഞ്ഞ ഉടനെ ഒന്നും ചിലപ്പോൾ മണ്ണൊന്നും വരികയില്ല. ചിലപ്പോൾ 2, 3, 5, 10 വർഷം കഴിഞ്ഞായിരിക്കും കിളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ കട്ടകളെ ദൈവം ഉടച്ച് അവൻ നിരത്തും. മഴയാൽ നീ അതിനെ കുതിർക്കും. സമയമാകുമ്പോൾ അത് മുളച്ചു വരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണമാണ്. ഇന്ന് രാത്രിയും ഈ മാന്യമായ പന്തല് വളരെ നന്നായിരിക്കും. പന്തലും കസേരയും ഇതിന്റെ ചുറ്റുപാടുമെല്ലാം ഇതെല്ലാം ചെലവഴിച്ച് ഈ ചെറിയ സഭയിലെ സഭ വലുത ആൾക്കാർ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മാന്യ സഭ ഇത്രയും ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചതിന് നിശ്ചയമായിട്ട് ദൈവം പ്രതിഫലം തരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അതിന് മറുപടി തരുമെന്നുള്ള ഉറപ്പ് വിശ്വസിക്കുന്നവര് മാത്രം ചുമ്മാ കൈപോക്കരുത്. വിശ്വസിക്കുന്നവരെ കൈപോക്ക് ദൈവത്തിന് ശ്രമിക്കാം. ചില ചുമ്മാ എല്ലാത്തിനും അങ്ങ് പൊക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും പൊക്കരുത്. ഇത് വിശ്വസിച്ച് അംഗീകരിക്കണമെങ്കിൽ മാത്രമേ പൊക്കാവൂ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യോഹന്നാനെ ദൈവം പാകപ്പെടുത്തിയെടുത്തു. ദൈവത്തിന്റെ മഹത്വം. ഇടിമക്കള പക്ഷെ പരുവത്തിലേക്ക് എടുത്തു. അപ്പോൾ യേശു നടന്നു പോയപ്പോൾ രണ്ടുപേരും വീശുന്നു. അന്ത്രയോസ് പത്രോസ് വീശുന്നു. കർത്താവിന് മനസ്സിലായി ഇവരെ ശുശ്രൂഷിക്കുകൊള്ള. മീൻ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല, പക്ഷെ വീശുന്നുണ്ടല്ലോ. ചുമ്മാ ഇരിക്കുകയല്ല, മെനക്കേടല്ലോ, അധ്വാനിക്കുന്നുണ്ടല്ലോ. അപ്പൊ യേശുവിന് മനസ്സിലായി കൊണ്ടുവന്ന പ്രയോജനപ്പെടും. വീശിയ 2 എണ്ണം. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ രണ്ടുപേര് വല നന്നാക്കുന്നു. അത് യാക്കോബും അദ്ദേഹത്തിന്റെ ബ്രദർ യോഹന്നാൻ അപ്പോസ്തലനുമാണ്. രണ്ടുപേര് സെബദിയുടെ മക്കള് വല നന്നാക്കുന്നു. അപ്പൊ കർത്താവിന്റെ മനസ്സിലായി ഇവരെയും കൊള്ളാം, നന്നാക്കും. മറ്റേ പുള്ളി വീശി പിടിച്ചിഞ്ഞു കൊണ്ടുവരും. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് നന്നാക്കും. അങ്ങനെ ശുശ്രൂഷ. ചിലരെ ചെന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അകത്തിരിക്കുന്നവർ നന്നാക്കി എടുക്കണം. മിണ്ടുന്നില്ല. എല്ലാവർക്കും വീശാൻ വശമൊന്നും ഇല്ല. ഒക്കെ ചിലർ വീശി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടൂപ്പനെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ അപ്പർ കുട്ടനാട്ടുകാരായോണ്ട് അറിയാമല്ലോ, മാലത്തി വെട്ടാനും ഊപ്പയൊക്കെ കിട്ടും. ചില 5 വർഷം പ്രവർത്തിച്ചപ്പോൾ കിട്ടിയതാ ഒരു തള്ള. അതിന് ശ്വാസം പോലും വിടാൻ മേല. സ്തോത്രം പറയാത്തൊരപ്പന്. അവര് വരണ്ടെന്നല്ല പറഞ്ഞ, അവര് വരട്ടെ, പക്ഷെ 5 വർഷത്തെ പ്രവർത്തനം എല്ലാം ചെറുതെ പ്രവർത്തിക്കാൻ വിട്ടെ. അവര് ചടിയിടാൻ ആത്മാക്കൾ തന്നെ ഇടും. അത് അവർക്ക് വിശേഷ കൃപ ദൈവം കൊടുത്തതാ. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ഇന്ന് രാത്രി പിടിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. ചിലർക്ക് വീശാനാ, ചിലർക്ക് നന്നാക്കാനാ, ചിലർക്ക് അവരെ സംരക്ഷിക്കാനാ, ചിലർക്ക് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാനാ, ചിലര് അവർക്ക് മറ്റൊത്താശ ചെയ്യാനാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ കൃപ തന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് അങ്ങനെ അവരെ തെരഞ്ഞെടുത്തത്. അപ്പൊ പത്രോസും അന്ത്രയോസും ഒക്കെ വീശി പിടിച്ചു. അതിലെ ഒറ്റ വീശിന് 3000 എണ്ണം കയറിയില്ലേ? ഒറ്റ വീശിന് 3000 എണ്ണം. കർത്താവ് ഞാനത് തിരോടാ സ്വോത്രം വീശിയ പുള്ളിയെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ യോഹന്നാൻ നന്നാക്കുന്നവനാ. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം പഠിച്ച് ദുരുപദേശമെല്ലാം സഭയ്ക്കകത്ത് വന്നപ്പോൾ യോഹന്നാൻ നന്നാക്കി, വല നന്നാക്കി, കൂട്ടിക്കെട്ടി. കണ്ണി പൊട്ടിയതും പൊട്ടിപ്പോയതും എല്ലാം ഇരുന്ന് നന്നാക്കി. എന്ന് പറഞ്ഞാൽ ഗുരുപദേശക്കാര്, പാഷണ്ഡോപദേശക്കാര്, വിരുദ്ധോപദേശക്കാര്, ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവര്, ഉൾക്കൊള്ളാത്തവരൊക്കെ കയറിയപ്പോൾ പൊട്ടിക്കിടന്നതെല്ലാം നന്നാക്കി കെട്ടി ക്രമപ്പെടുത്തി സഭ നന്നാക്കി കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞു പിടിച്ചിരിക്കുന്ന എല്ലാവരും ദൈവം ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്.
ദൈവത്തിന് മഹത്വം. അതെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ തിടുക്കത്തോടാണ് നിൽക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം ഓടിച്ചെന്ന് 2 കാര്യങ്ങൾ പറയാം. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് വായിച്ചത്. എന്താണ് സുവിശേഷം? സുവിശേഷം അപ്പോൾ ശ്രദ്ധിക്കുക. പുതിയ നിയമത്തിലേക്ക് 27 പുസ്തകം, അതിലെ ആദ്യത്തെ 5 പുസ്തകം ഞാൻ എപ്പോഴും പറയും ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകം 2 പഠിക്കണം. അതിലെ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകം അതും ചരിത്ര പുസ്തകമാണ്. അത് ആദിമ സഭയുടെ ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, അതിൽ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിന്റെ ചരിത്രം കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, നല്ല ചരിത്രം. മറ്റു ചരിത്രം ഒന്നും അധികം കേട്ടിരിക്കാൻ കൊള്ളില്ല. വിശേഷിച്ച് നമ്മുടെയൊക്കെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ അമ്മ ചരിത്രം പറയാൻ പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞു വേണ്ട വിശേഷം ഒന്നും അറിയാം, അവർക്കറിയാം, പിള്ളേർക്കറിയാം അമ്മയുടെ വിശേഷമല്ല. അത് പറഞ്ഞാൽ കൂടുതൽ ചരിത്രം ഒന്നും. അത് ഞാൻ എന്റെ കാര്യം കണ്ടെടുക്കുക. നമ്മൾ അധികം ചരിത്രം പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ കുടുംബചരിത്രം ചെല്ലുപടത്തിൽ ഞങ്ങൾ ഏത് ഫാമിലിയാണെന്ന് അറിയാമോ? സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരിക്കൽ ഒരുത്തനെ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന ഫാമിലിപ്പെട്ടതാ, ഞങ്ങൾ ഇവിടുത്തെ നമ്പർ 1. അപ്പൊ എൻ്റെ അടുത്ത് വേറൊരു പുള്ളി ഇരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയതാണ്. ആ ചരിത്രം എനിക്കറിയാം. കാരണം അവൻ സ്റ്റേജിൽ നിന്ന് വലിയ ചരിത്രം പറഞ്ഞപ്പോൾ അറിയാവുന്ന പുള്ളി പറഞ്ഞു, ചാക്കോച്ചാൻ ഞാൻ പറഞ്ഞ പിടി കിട്ടിയില്ലേ? അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ നിങ്ങളിൽ ഒന്നും ചരിത്രം അധികം വിളപ്പണ്ട. എല്ലാ ചരിത്രവും എല്ലാവർക്കും അറിയാം. പിന്നെ ഇച്ചിരി കാശും പുത്തലും ഒക്കെ കിട്ടുമ്പം പുതിയ ചരിത്രമൊക്കെ ചിലർ കൊണ്ടുവരും. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ചരിത്രം ഒന്നും പറയണ്ട. കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. അപാകതയില്ലാത്ത ചരിത്രം, ന്യൂനതയില്ലാത്ത ചരിത്രം, പാളിച്ചയില്ലാത്ത ചരിത്രം, ദോഷമില്ലാത്ത ചരിത്രം, അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ കന്യാശൂന്യമായി ഈ ഭൂമിയിൽ പൂജാതനായ കാലം മുതലുള്ള ചരിത്രമല്ല, അവിടത്തേക്ക് പൂർവാശ്രിത്വമുള്ള ചരിത്രമാണ്. എന്നാ നിങ്ങളുടെയൊക്കെ ചരിത്രം ജനിച്ചു കഴിഞ്ഞാൽ എഴുതിയത്. ഹൈന്ദവരായ സ്നേഹിതന്മാര് അവരുടെ ആചാരവും അനുഷ്ഠാനം അനുസരിച്ച് ജനിച്ചു കഴിയുമ്പോൾ ജാതകം എഴുതും. ജനിച്ചു കഴിഞ്ഞ് എന്നെ ജാതകം എഴുതിയതാ. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജാതകം എഴുതിയതാ. രാഘവ കന്യാനെ വെച്ച് ജാതകം എഴുതിച്ചതാണ് അമ്മ പറഞ്ഞു കേട്ടേക്കുന്നത്. അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ജനിച്ചു കഴിഞ്ഞ അപ്പം നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുക്കണം. നാഴിക വിനാഴിക ഒന്നും തെറ്റരുത്. ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല തിട്ടവുമായിരുന്നു. അതുകൊണ്ട് അതെല്ലാം പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് പുള്ളി എഴുതിയും തന്നു. അതൊന്നും പറയാനല്ല വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെന്നൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകവും മറ്റു കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ എഴുതി വച്ചിരിക്കുക. അതാണ് നല്ല ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുത്തെ പറ്റി പ്രവാചകന്മാർ ആത്മാവിൽ ദർശിച്ചെഴുതി. നമുക്കറിയാവുന്ന വാക്യം ഒത്തിരിയുണ്ട്. അവൻ സ്മീകാപ്രവചനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് എവിടെ ജനിക്കുമെന്ന്, എങ്ങനെ ജനിക്കുമെന്ന് യെശയ്യാവും പറഞ്ഞിട്ടുണ്ട്. 2 വാക്യം ഇപ്പം വായിച്ചോ, എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ലല്ലോ. ആമേൻ. 9-ന്റെ 6-ഉം 7-ന്റെ 14, യെശയ്യാവ് 7:14, 9:6, മീക 5-ന്റെ 2 ചേർത്ത് വായിച്ചു. പെട്ടെന്ന് കഴിയാതെ ദൈവദാസം വായിക്കണേ. ആ സൂചന വായിച്ചാ ഒക്കുന്നുണ്ട്. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം വായിക്കുന്നവർക്കറിയാം. ദൈവത്തിന്റെ മകത്ത് 7:14 വായിച്ചു. അറിവുള്ള വാക്യമാണ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. പിന്നെയോ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കന്യാസൂര്യമായി ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടുത്തെ പറ്റി തീരുവെടുത്ത് എടുത്തു വെച്ചിരിക്കുക. അതുപോലെ ചരിത്രമുള്ളവനാ ക്രിസ്തു. സ്തോത്രം. എവിടെ ജനിക്കുമെന്നാ മീക 5-ന്റെ 2 പറഞ്ഞേക്കണം. വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യം എന്നാലും കർത്തദാസൻ വായിച്ചു തരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
നീയോ ബെത്ലഹേം നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അപ്പൊ നീ ചെറുതാ പക്ഷേ അത് അധിപതിയായവൻ നിന്നിൽ നിന്നാ വരുന്നത്. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ കർത്തദാസനെ. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാ, പക്ഷേ വരുവാനുള്ള മശിക നസറയനാകുന്ന യേശു നിന്നിൽ നിന്നാ ജനിച്ചു വരുന്നത്. അവിടെ ജനിക്കുന്നേ. പക്ഷെ യേശു ജനിച്ചപ്പോ ഇവിടെ ചെറുതാന്ന് പറഞ്ഞത് പിന്നീട് വായിച്ച വലുതാണ്. മത്തായി അങ്ങനെ എഴുതിയേക്കുന്നത്. വായിച്ചേ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലല്ലയോ ദൈവത്തിന്റെ മഹത്വം. ബേത്ലഹേമിനെ പറ്റി ഒരു പരാമർശമുണ്ടല്ലോ, ആ തിരുവെടുത്തൊന്ന് വായിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം. യഹൂദദേശത്തിലെ ബെത്ലഹേമേ, ഈ യഹൂദ പ്രഭുക്കന്മാരുടെ ഒട്ടും ചെറുതല്ല. അവിടെ വായിക്കുന്നത് ഈ ചെറുതാ. മീഖാ പ്രവചനത്തിൽ വായിച്ചത് ചെറുതാ. പക്ഷേ യേശു അവിടെ ജനിച്ചപ്പോൾ പറയുക, നീ ചെറുതല്ല, അത് ഒട്ടും ചെറുതല്ല, അത് നീ ശ്രേഷ്ഠനാ. ഇന്ന് രാത്രി നിന്റെ അപാകതകളും ന്യൂനതകളും പോരായ്മകളും പോഷത്വങ്ങളും പാലിച്ചുകൾക്കെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാ യേശു. സാറ് ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ. സ്തോത്രം. ഞാൻ ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ മഹത്വം ശ്രദ്ധിച്ചല്ലോ. കുടികിടപ്പെന്ന് പറഞ്ഞില്ലയോ? പക്ഷേ ദൈവം വലുതാക്കി. ആത്മീകത്തിലും ഭൗതികത്തിലും ദൈവത്തിന്റെ മഹത്വം. നീ യേശുവിന് ഇടം കൊടുക്ക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക, യേശുവിന് ഹൃദയം കൊടുക്ക. നിന്റെ ഇന്നത്തെ സ്തുതിക്ക് ദൈവം മാറ്റം വരുത്തും. പെന്തിക്കോസുകാർ മാറ്റം വരുത്തുവന്നല്ല, ദൈവം വരുത്തുവന്ന. ചില പറഞ്ഞ കഞ്ഞിയും കാശുമൊക്കെ കൊടുത്ത് ആൾക്കാരെ ആക്കുന്നത്, പിന്നെ ചോറ് കൊടുത്തിട്ട് ഏൽക്കുന്നില്ല. പിന്നെ ആ കഞ്ഞി, ചോറും സാമ്പാറും കോഴിയുടെ കാല് കൊടുത്തിട്ട് പിന്നെ ആ കഞ്ഞി ഊളത്തരം പറയുന്നതിന് അറിയാം. ഒരു ഇത് വേണ്ട ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഒരു കാര്യം, യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് അവിടുത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. അതാ ഞാൻ പറയാം, നല്ല ചരിത്രമായ യേശുവിന്റെ ചരിത്രം. ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രമെല്ലാം എഴുതി വച്ചിരിക്കുക. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ചുമ്മാ ജനിച്ചതല്ല, ചുമ്മാ ജീവിച്ചതല്ല, ചുമ്മാ മരിച്ചതല്ല. അവിടുത്തെ പറ്റി തിരുവഴുത്ത് നേരത്തെ എഴുതി വെച്ചിരിക്കുക. 15:3 മുതൽ വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചോ. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിന് പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം വരുത്തുവാൻ തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ചേർത്തൊന്ന് ചിന്തിച്ചോ. യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജീവിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. അങ്ങനെയെങ്കിൽ പ്രിയരെ, തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങൾ ഒരു സഹകരണ മനോഭാവത്തോടിരിക്കണം. നിങ്ങളിങ്ങനെ എന്തുവാ പോട്ടെ, അത് സ്റ്റേജിലിരിക്കുന്നവർ എല്ലാവരും ചുമ്മാ ഇരുന്നേച്ചൊന്നും കാര്യമില്ല. ഞാനും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ചില പാസ്റ്റർമാരുണ്ട്, അവർ പ്രസംഗിച്ച് വലിയ ഇളയിക്കോട്ടെ, ഇവരനങ്ങുകയല്ല. അങ്ങനെയുള്ളവരാരും സ്റ്റേജിലിരിക്കരുത്. പിന്നെ തീരെ വയ്യാത്തവരും അവർ സാറിനെ പോലുള്ളവരൊക്കെ ആവശ്യതയുള്ളവർ ഇളകണ്ട, വല്ല കുഴപ്പം വന്നാൽ പിന്നെ ആശുപത്രി കൊണ്ടുപോകണം. എങ്കിലും എനിക്ക് കാണുമ്പോൾ അറിയാം ഇതൊക്കെ സഹകരിക്കുന്നത് എങ്ങനെയാണ്. നിങ്ങളും സഹകരിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തോ. നാം ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ചരിത്രം അതാ ഏറ്റവും നല്ല ചരിത്രം. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, അപാകതയില്ലാത്ത ചരിത്രം, യാതൊരു പ്രേണിച്ചയില്ലാത്ത ചരിത്രം. അത് നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 5-ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, ആദിമ സഭയുടെ ചരിത്രമാണ്. എല്ലാം വിവരിക്കുന്നില്ല. പിന്നീട് ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് ഇതിനകത്ത് വരുന്നവർക്ക് ഉപദേശം കൊടുക്കണം, നന്നായിട്ട് ഉപദേശം കൊടുക്കണം. ഇപ്പൊ അതൊന്നും ഇഷ്ടമല്ല, കൊടുക്കാനും ഒക്കുന്നില്ല. അറിയാമെങ്കിലും കൊടുക്കാനും ഒന്നും ഉപദേശം ഒന്നും തീർത്ത് പറയാൻ മേല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഉടനെ സഭ വിട്ടു പോകും. ഉടനെ പറയും അവിടെ ഇത്ര ഒന്നും പറയത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകാം. അവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക 2 കിട്ടാൻ. ഉടനെ അവിടെ ചേർന്ന് പറയും അവിടെ വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ ബുദ്ധിമുട്ടാണ്.
ഉപദേശം ഒന്നും പറയത്തില്ല. കാരണം ഇപ്പൊ പാസ്റ്റർമാരും എല്ലാം പേടിച്ചായിരിക്കുന്നത്. ആകെ 3-4 അതിനെ എന്ത് തട്ടിത്തൂരി കളയണ്ട വെച്ചോണ്ട് ഇങ്ങനെ പൊത്തിയിരിക്കുക. പണ്ട് ചിരട്ടയ്ക്കകത്ത് മണ്ണിട്ടേച്ച് നമ്മൾ പൊത്തുകയല്ലേ പിള്ളേര്. നിങ്ങളാരും കളിച്ചിട്ട് നിങ്ങൾ വേറെ കളിയായിരിക്കും. ചിരട്ടയ്ക്കകത്ത് മണ്ണ് വെച്ച് പണ്ട് പിന്നെ കളി ചൂപ്പാട് വന്നയാളാ ഞാനും ചാക്കുന്നത്. അപ്പൊ ശരിക്കും ഇങ്ങനെ പൊത്തി ചിരട്ട എടുക്കും. അത് പുട്ടാണോ? അല്ല, അറിയാം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ പലതും അത് ഉപദേശമൊന്നുമില്ല. ഇതിനകത്ത് വന്ന് കർക്കശമായ ഉപദേശം പറയണം. അതാണ് ലേഖനങ്ങൾ. 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണമാണ്. നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത് ലേഖനം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനമായ എഫേസ്യ ലേഖനം. സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം. അങ്ങനെയുള്ളവരുടെ അവകാശമാണ് കൊലോസ്യ ലേഖനം. ആ അവകാശം പ്രാപിച്ചവരുടെ പ്രത്യാശയാണ് തെസ്സലോനിക്ക ലേഖനം. പ്രത്യാശ പ്രാപിച്ച ദൈവമക്കളുടെ പ്രമാണമാണ് തിമോഥെയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും. അങ്ങനെ പ്രമാണമുള്ളവർക്ക് ദൈവം ഒന്ന് കരുതി വെച്ചത് ആ യാക്കോബിന്റെ ലേഖനം. അങ്ങനെ കരുതി വെച്ച ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിയിൽ ഉത്സാഹരാകണം. ആ യാക്കോബ് ഉപദേശമാണ്. വിശ്വാസം മാത്രം പ്രസംഗിച്ചാൽ പോലെ പ്രവൃത്തിയും വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. രാവിലെ എടുത്ത വീട്ടിൽ വന്നു നമ്മൾ ചെല്ലി ചോദിക്കുന്നത് കട്ട കുടിക്കാച്ചായിരിക്കും വന്നല്ലയോ? മറ്റേ പുള്ളി ആയിരിക്കും ഇല്ലയോ? ചാത്തങ്കരി പാലത്തിന് അവിടെ ഒന്ന് പറയാം യേശു ക്രിസ്തു രക്ഷിക്കും. ആരുണ്ട്? ആരുമില്ലടാ. നിന്റെ വീട്ടിൽ വന്നാൽ കൈ അറുത്താ ഉപ്പ് തരികയല്ല. എന്നിട്ട് പാലത്തിലോട്ട് ആ പാലത്തിന്റെ കൈവരിയ കോളാമ്പി വെച്ചിട്ട് നിന്ന് ആലിറങ്ങാം. ഗേറ്റും കൂടി എല്ലാവരുടെയും കാര്യമല്ല. ആണെന്നേ അടുത്ത് വെച്ച് യഹോവയാൽ അന്വേഷിക്കപ്പെട്ടവന് എന്തിനു പുറത്ത് നിൽക്കുന്നത്? അകത്ത് വരാൻ. എന്താ ഗേറ്റാൽ എഴുതി വെച്ചേക്കാം പട്ടിയുണ്ട്. എന്തിനാ രണ്ടും കൂടെ എഴുതുന്നേ? ഒന്നെങ്കിൽ പട്ടി ഉണ്ടെന്ന് എഴുത്, ഇല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് എഴുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സാറിന് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. മനസ്സിലാകുന്നില്ലേ? പക്ഷെ അതിന് എല്ലാവരും മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായാൽ മതി. രണ്ടും കൂടെ എഴുതി വെക്കരുത്. വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യരുത്. പ്രവർത്തിക്കില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് അബ്രഹാം പ്രവൃത്തിയാണല്ലോ തെളിയിച്ചു കൊടുത്തത്. തന്റെ ഏകജാതനെ യാഗം കഴിപ്പാൻ അന്ന് പ്രവൃത്തികൾ തെളിയിച്ചു കൊടുത്തു. വിശ്വാസവും പ്രവൃത്തി ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ. അത് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ യാക്കോബിന്റെ ലേഖനം പ്രവൃത്തിക്ക് ഊന്നൽ കൊടുത്തിരിക്കുക. ദൈവത്തിന് മഹത്വം. അവൻ പത്രോസിന്റെ ലേഖനം അവൻ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. നമുക്കൊരു വലിയ ജീവനുള്ള പ്രത്യാശ. യോഹന്നാന്റെ ലേഖനം മുഴുവൻ അവൻ ദൈവസ്നേഹത്തെ പറ്റിയ ദൈവസ്നേഹം. ഞാൻ നിങ്ങളൊക്കെ സ്നേഹത്തെ പറ്റി പ്രസംഗിക്കും, പാടും, പ്രാർത്ഥിക്കും. ഭയങ്കര പ്രസംഗമാണ്. സ്നേഹം അഗാപ്പെ. അനിയനോട് വേണ്ടിയിട്ട് 5 വർഷമായി. വിഷയമല്ല അഗാപ്പെ. സ്വന്തം അനിയനോട് വേണ്ടിയിട്ട്. അപ്പൊ ഒരാളെന്നോട് പറഞ്ഞു ആകപ്പേയാന്ന് പറഞ്ഞു. ഇവനെല്ലാം ആരെ എന്നെ എല്ലാവരും ഇങ്ങനെ പമ്മിയിരിക്കുന്നത്. ഞാനിപ്പോ പോയേക്കാം, ഉടനെ പോയേക്കാം. സ്വന്തം ഒരു സഭയിലാ കൂടുന്നത്. തമ്മിൽ നിൽക്കുന്നുമില്ല, കയ്യും കൊടുക്കുന്നില്ല. അവൻ ഇങ്ങോട്ട് വരുമ്പോ തെക്കോട്ട് മോന്ത വെച്ചോണ്ടിരിക്കുക. എന്നുവെച്ചാൽ അവൻ പോയി കഴിയുമ്പോ മാല കണ്ടിട്ടൊരു നോട്ടം പോയോ എന്ന്. പ്രസംഗമല്ല, ആകപ്പേ. ഈ വിധത്തിലാണ് ഈ പോകുന്നെങ്കിൽ സൂക്ഷം നിനക്ക് പേ വരും. ദൈവസ്നേഹം അതല്ല. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും. ഒരു കാലത്ത് ഈ മാർഗം നമുക്ക് ഇഷ്ടമല്ല. ഏതാ? സുവിശേഷം. ലഘുലേഖ വന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ ദൈവദാസന്മാർ വീട്ടിൽ വന്നപ്പോൾ ആട്ടി ഓടിച്ചതാ, ആക്ഷേപിച്ചു വിട്ടതാ. അവൻ ലഘുലേഖ കീഴിക്കളഞ്ഞതാ. ബൈബിളൊക്കെ എടുത്ത് ദൂരോട്ട് എറിഞ്ഞവർ ചിലപ്പോ കാണും. ഇഷ്ടപ്പെട്ടതല്ല, തട്ടി കളഞ്ഞേച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഓടിപ്പോയി. എന്നാ പോയവനതിലേ അങ്ങ് പൊക്കോട്ടെന്ന് പറഞ്ഞ് ദൈവം വിചാരിച്ചില്ല. നീ പോയ നിന്റെ പിന്നാലെ നിന്നെ തേടി വന്നു. അതാ കാൽവരിയിലെ സ്നേഹം. എനിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇഷ്ടമില്ലാതെ ഓടിപ്പോയപ്പോൾ പോയവനതില് എന്റെ ഭാഷയാ പോയവനതില് ഒരു പോക്ക് പോട്ടെന്നും പറഞ്ഞ് ദൈവം ഇരുന്നില്ല. നീ പോയ നിന്റെ പിന്നാലെ നിന്നെ തേടി വന്ന ദൈവസ്നേഹം, അതാണ് കാൽവരിയിലെ സ്നേഹം. ഇന്ന് രാത്രി സുഹൃത്തെ, പിതാവേ, മാതാവേ, സ്വോത്രം, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസ്നേഹം ഇന്ന് രാത്രി വ്യാപരിക്കണം.
ഈ തമ്മിൽ മിണ്ടാത്തവരും കൈ കൊടുക്കാത്തവരൊന്നും ഈ സ്നേഹത്തെ പറ്റി പറയരുത്. ഇല്ല പിന്നെ മറ്റേ പുള്ളി പറഞ്ഞതുപോലെ പറയും, അവന്റെ അമ്മയുടെ അനിയത്തിയുടെ ചരിത്രം. മിണ്ടുന്നില്ല. എന്നാ മിണ്ടാനാ? എന്നാ ഞാൻ ഇച്ചിരിയുടെ സമയം എടുത്തോട്ടെ? ആയിക്കോട്ടെ. അല്ല, ചിലരുടെ മുഖം കണ്ടിട്ട് വയ്യാവേലിയാണല്ലോ എന്ന്. എന്നെ കൊണ്ട് ഇതൊക്കെ ഒക്കുള്ളൂ, ഇങ്ങനെ ഒക്കുള്ളൂ. ദൈവത്തിന്റെ മകത്വം. നമ്മുടെ പ്രമാണം എന്നാന്നറിയാം, ഈ കന്നത്തടിച്ച ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രമാണം. വായിച്ചിട്ടില്ലേ? ഇരിപ്പ് കണ്ടിട്ട് അതും വായിക്കില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പ്രമാണം അതാണ്. നിന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, നിന്ദിക്കും, ഒറ്റപ്പെടുത്തും, വിടക്കെന്നൊക്കെ എണ്ണം. നിരാശപ്പെട്ടു പോകരുത്. സന്തോഷത്തോടെ സഹിച്ചേച്ച് അവരെ വീണ്ടും സ്നേഹിക്കണം. അതാണ് യേശുവിന്റെ സ്വഭാവം. യേശുവിന്റെ സ്വഭാവം. ആ ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണെന്ന അങ്ങനെ ചെയ്യുന്നത്. വിയർപ്പ് പ്രാണവേദനയിലായി ദൈവത്തോട് അപേക്ഷിക്കുക. പക്ഷെ പാടാൻ ഒക്കുന്നില്ലെങ്കിലും ഒരു വരി പാടാമോ? എനിക്ക് പാടാൻ പറ്റും. ഞാൻ പാടുമ്പോൾ എടുത്ത് പാടിയാണ്. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി ഒന്തലെ വീടുന്ന പ്രിയന്റെ പാപിയെനിക്കായി ഒന്തലെ വീടുന്ന പ്രിയന്റെ ശബ്ദമേ അതാ കേൾക്കുന്നു ഗതസമന തോട്ടത്തിലെ പാപിയെനിക്കായി ഒന്തലെ വീടുന്ന പ്രിയന്റെ ശബ്ദമേ. പ്രാണവേദനയിലായി വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുക, അത് വഹിക്കുക. ഈ സമയത്ത് യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായി ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടിച്ചു കെട്ടുന്നത് പോലെ ആ തോട്ടത്തിലേക്ക് ചാടിക്കയറി വന്ന് യേശുവിനെ പിടിച്ചു കെട്ടാൻ. അപ്പോൾ മഹാപുരോഹിതന്റെ ശിഷ്യനുമൊക്കെ ഉണ്ട് കൂടെ. പത്രോസ് പെട്ടെന്ന് ഇഷ്ടപ്രകോപിയാണല്ലോ, വാളെടുത്ത് വെട്ടി. എന്റെ ചിന്ത പെടലി വെട്ടിയതാ. പക്ഷെ എന്റെ കാര്യം നീ ഉറക്കപ്പിച്ചിന് വെട്ടുന്നതാ ആണല്ലോ. അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, ഉറക്കം തൂങ്ങായിരുന്നു. പിന്നെ ഞാൻ കണ്ട് പലരും ഉറങ്ങുന്ന ഇപ്പോഴും. പെട്ടെന്ന് വെട്ടരുത്, കൊള്ളുകയല്ല. ഉറക്കപ്പിച്ചിനായിരുന്നു, പെട്ടെന്ന് കയറി വെട്ടതാ, പെട്ടെന്ന് വെട്ടിയതാ. പക്ഷെ ചെവിയാ, ചെവി. സ്തോത്രം. അവന്റെ ചെവി താഴെ വീണു. വേദനപ്പെട്ട് നിൽക്കുക. ശത്രുവാണ്. പണ്ട് പുരാണികളുണ്ടായിരുന്നു, അത് ചെവി മാത്രമല്ല മുറിച്ചത്, ഒരു തള്ളയുടെ. ഓ, നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പണ്ട് ഞാൻ അങ്ങനെ പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. ഇവിടെ ചെവിയാ, അത് മുറിച്ചിട്ട് ഒന്നും ചെയ്തില്ല. ഇവിടെ ചെവി മുറിച്ച് താഴെ ഇട്ടു. ചെവി മുറിച്ച് താഴെ ഇട്ട് അവൻ വേദന കൊണ്ട് പൊളയുക. യേശുവിന്റെ ദിവ്യ സ്വഭാവം ആ ചെവി എടുത്ത് ഫിറ്റ് ചെയ്ത് അവന്റെ വേദന ശമിപ്പിച്ചു. ആരുടെയാണെന്നറിയാമോ? ശത്രുവിന്റെ, പിടികൂടാൻ വന്നവന്റെ, പിടിച്ചു കെട്ടാൻ വന്നവന്റെ. അതാ യേശു. അവന്റെ വേദനയ്ക്ക് ശമനം വരുത്തി. ശ്രദ്ധിച്ചേ, യേശു പ്രാണവേദനയില്ല. താൻ പ്രാണവേദനയിലായിരിക്കുമ്പോഴും അവന്റെ അല്ല, ശത്രുവിന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തിയവനാ ക്രിസ്തു. ആ സ്വഭാവമാ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. മിണ്ടുന്നില്ലല്ലോ ആരും. നമ്മളാരെന്നെ പറയാം, അവന്റെ മറ്റേ ചെവിയും കൂടെ ഉന്നമില്ലാത്ത നീ എന്തിനാടാ വേട്ട ഇറങ്ങുന്ന തങ്കച്ചന്റെ കൊടുത്തിരുന്ന അവൻ കാലും കൂടെ. ദൈവത്തിന്റെ മഹത്വം എന്തോ മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ സ്വഭാവം അതാണ്. മാത്രമല്ല, തന്നെ അടിച്ച് ഉപദ്രവിച്ച് ചാട്ടുമാർ കൊണ്ട് അടിച്ച്
ചാട്ട വലിക്കുമ്പോൾ മാംസം പറഞ്ഞ് കിടന്നു മാറുക. പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരെ പാടി മുതുക് ഉടവയാല് പോലെ നീളത്തിൽ കീറി മുൾക്കിരിയുടെ കാര്യായി ഏതാണ്ട് 2.5-3 ഇഞ്ച് നീളമൊക്കെ മുള്ളിന് വരുമെന്ന. ഞാൻ ഒരിക്കല് നമ്മുടെ പ്രഥമ സഭയിലെ ബഹുമാന്യ കർത്തദാസൻ ജോർജ് കോശി മൈലപ്പറയുടെ വീട്ടില് പലപ്പോഴും പോകാറുണ്ട്. ഞങ്ങൾ വളരെ അടുപ്പമാണ്. അപ്പൊ ചെന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ക്ലാസ് ഇനി കയറി വരാൻ പറഞ്ഞു. എന്നെ കയറ്റി മേളത്തെ റൂമില് ബൈബിൾ സംബന്ധമായ പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇതാണ് മുൾക്കിരീടം, യേശുവിനെ അടിച്ചത്. ആ വെച്ച മുള്ളല്ല, അദ്ദേഹം അവിടെ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത്ര നീളമുണ്ട് മുള്ളിന്, ഇത്ര നീളം കൂടുതലേക്ക്. ഇത് അടിച്ചായിറക്കിയത്. ചരിത്രം പറയുന്നത് മുള്ള അടിച്ച് ഇറക്കിയപ്പോൾ കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നാണ്. അതുകൊണ്ടൊക്കെ കണ്ടിട്ട് മനസ്സിലാകാതിരുന്നത്. പ്രവചനാത്മാവിൽ പ്രവാചകൻ പാടി കണ്ടാൽ ഏളല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപമാക്കപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിനക്കും രൂപം വരാൻ വേണ്ടി, എനിക്ക് നിനക്കും രൂപം വരാൻ വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു. മുൾക്കിരീട ധാരിയായി, മുഖത്ത് കുപ്പലേറ്റ്, കണ്ണ് മൂടിക്കെട്ടി കന്നത്ത് അടിയേറ്റ്, അവൻ തന്നെ ഒത്തിരി പേരെ ആക്ഷേപിച്ച് പരിഹസിച്ച് തീർന്ന ശേഷം അങ്ങനെ എഴുതിയേക്കുന്നത്. അടിച്ചുപദ്രവിച്ച് വേദന കൊണ്ട് പൊളയുക. ദൈവത്തിന്റെ മകത്ത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഇങ്ങനെല്ലാം തന്നെ ഉപദ്രവിച്ചിട്ടും യേശു തന്നെ അടിച്ച് ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. നമ്മളായിരുന്നല്ലോ, ഞാനോ നിങ്ങളോ ആയിരുന്നേ അടിച്ചോടാ, ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് ഉയർത്ത് വന്നോട്ടെ നിനക്ക്, ഞാൻ നിന്നെ അടുത്ത ഇനി ആടെ കൊച്ചുമോനല്ലേ ഞാൻ കണ്ടു നിന്നെ. ഇപ്പൊ ഞാൻ കുഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മളും അങ്ങനെയൊക്കെ ഭീഷണി മുടക്കും ഇല്ലേ? പിന്നെ മുടക്കും. ഇപ്പൊ തന്നെ മുടക്കി വെച്ച് പള്ളിയിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. യേശു ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. മാത്രമാണ് അവിടുത്തെ ദിവ്യ സ്വഭാവം. 3-ാം ദിവസം തിരുവെടുത്ത് പറഞ്ഞ പോലെ ഉയർത്തിട്ട് പോലും അടിച്ച് ആരുടെ മുന്നിൽ യേശു ചെന്നില്ല. തന്നെ ഉപദ്രവിച്ച റോമൻ പടയാളിയുടെ മുന്നിൽ യേശു ചെന്നിരുന്നെങ്കിൽ അവൻ അറ്റാക്ക് വന്നയാവും. അങ്ങനെ പോലും യേശു എന്ന് പേടിപ്പിച്ചില്ല. നമ്മളാരുടെ ഉയർത്താൻ ആദ്യം കറുത്ത ഗ്ലാസിട്ട കാറില് ഹെരോദാവിന്റെ പാലസിന്റെ വാരൊക്കെ ചെന്ന് ഹോണടിക്കും. മിണ്ടുകയല്ല, ഗ്ലാസ് പതുക്കെ താക്കും. ഹെരോദാവ് നോക്കുമ്പോ തവിടെ. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. പക്ഷെ യേശുവിന്റെ ദിവ്യ സ്വഭാവം പിടിക്കാൻ, ഉപദ്രവിക്കാൻ, കൊല്ലാൻ വന്നവന്റെ വേദനയും കൂടെ ശമിപ്പിച്ചവനാണ്. എന്റെ പ്രിയരെ, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകെ. അതായത് സുവിശേഷയോഗം കൊണ്ടതൊക്കെയാണ് നടക്കുന്നത്. ഇത്ര യോഗം നടത്തിയെന്ന് പേരെടുക്കാനല്ല. ഇത്ര ഓരോ വർഷവും ഞങ്ങൾ അങ്ങനെ നടത്തുന്നവരുണ്ട്, തെറ്റൊന്നുമില്ല. അല്ല, അങ്ങനെ നടത്തുന്നത് കൊണ്ട് നമുക്കും ഗുണമാണ്. നമ്മളെ വിളിക്കുന്നുണ്ടോ? ഇല്ലായിരുന്നെങ്കിലോ? ഇപ്പൊ ഈ മിക്ക സ്ഥലത്തും ഒന്നാളെ ദൈവരാസം പറഞ്ഞു, യോഗം നടത്തുന്നതുകൊണ്ട് സാറ് പറഞ്ഞത്, ആ പുള്ളിയും പറഞ്ഞത്, യോഗം നടത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പിന്നെ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് പ്രയോജനമാണെന്ന് പറഞ്ഞു. ആർക്കായി? വരുന്നവർക്ക് ചാപ്പാടും കിട്ടും, കൈമടക്കും. ഞാൻ ശരിയായ കാര്യമേ പറയുള്ളൂ. പുള്ളി മനോവേദന കൂടെ പറഞ്ഞു. പിന്നെ നമ്മൾ യോഗം കഴിയുമ്പോൾ അഭിപ്രായം പറഞ്ഞു, മാർക്കിട്ടേച്ചൊക്കെ പോകും. ആളുണ്ടായിരുന്നു. വണ്ടി ഇടാൻ ഇടയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് മുക്കാറ്റിക്കൊണ്ടാ വണ്ടി. ആദ്യ ദിവസം ആദ്യം സ്റ്റേജിലും വലിയ തരക്കേടില്ലായിരുന്നു. ഇതൊക്കെ ആ യോഗത്തെ പറ്റി അഭിപ്രായം. പാട്ടുകാരും കുഴപ്പമില്ല, ജോസൊക്കെ നല്ല പാട്ടായിരുന്നു. മാതൂക്കലാന്ന് എഴുതുന്നതിന്റെ ആദ്യം കുറെ കാര്യമല്ല പറയും, നല്ലതായിരുന്നു. തബല വായിക്കാൻ ചിനുവും വെട്ടിയാലിന്ന് നല്ല യോഗമായിരുന്നു. മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു ആ സഹോദരൻ. ഇതൊക്കെയാണല്ലോ ഇപ്പോഴുള്ള യോഗത്തെ പറ്റി. പ്രസംഗിക്കാൻ വന്ന പുള്ളി നിലത്തും താഴെ നിന്നില്ല, കാലരാണിയായിരിക്കും. ഇതൊക്കെ അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. നമ്മളെല്ലാം ഇങ്ങനെ യോഗം നടത്തി അഭിപ്രായം പറഞ്ഞു പോവുകയാ. എന്റെ പ്രിയര്, സാറ് പറഞ്ഞതുപോലെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം വരുന്നുണ്ടോ? എനിക്കറിയാം, ആണ്ടോടാണ്ടൊക്കെ സമാധി ഇരിക്കുമ്പോൾ 21 ഇരിക്കുന്നുണ്ട്. സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയല്ല. 21 ഇരിക്കുക, കഞ്ഞിയും വെള്ളവും കുടിക്കാതെ. മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. എല്ലാ വർഷവും 21 മാത്തൂച്ചന് ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നില്ലേ? ഇവർക്കാർക്കും പിടികിട്ടുന്നില്ല എന്നാ തോന്നുന്നത്. എല്ലാ കൊല്ലവും 21 ഇരിക്കുകയാണ്. അപ്പുറത്ത് തൊട്ടപ്പുറേ സഹോദരങ്ങളും അയലത്തുകാരോട് മിണ്ടുകയല്ല. ഇവിടെ 21 ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന കുറെ പേരുണ്ടല്ലോ.
എന്നാ പിന്നെ ഒരു അന്തരീക്ഷം കിട്ടുന്നത് പോലെ. ഓ, അന്തരീക്ഷം പോകുമെന്ന് എനിക്കറിയാം. എന്തിനിങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കുന്നത്? ഒത്തിരി യോഗമൊന്നും നടത്തിയില്ലെങ്കിലും നടത്തുന്ന യോഗം മുഖാന്തരം പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആ യേശുവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ യോഗം വിജയമാണ്. നമ്മളെല്ലാം നന്നായിട്ട് പാടും, ഇവര് നന്നായിട്ട് പാടും. പാട്ടിന് വരുന്ന യേശുവേ നിന്റെ രൂപം ഈ എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം എന്നെയും ഇങ്ങേ പോലെയാക്കണം മുഴുവൻ. നാഗർ സാഹിബിന്റെ വളരെ അർത്ഥസമ്പുഷ്ടമായ പാട്ടാ. യേശുവേ നിന്റെ രൂപം എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങയെ പോലെ ആക്കണം മുഴുവൻ. കുറച്ചെങ്കിലും ആകണം, മുഴുവനായില്ലെങ്കിലും. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടൊക്കെ പലരും വിഷമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അങ്ങ് എഴുന്നേറ്റ് പോയാൽ മതി. അപ്പൊ ചെല്ല് പറഞ്ഞ് പോകരുതായിട്ട് ബോധമെന്നുള്ളവനല്ല, വല്ലതും വിളിച്ചു പറയും. അയാൾക്ക് ആകാശിന് വിവരമുള്ളവനല്ല. അതുകൊണ്ട് വലജാതി നിർത്തിയേച്ച് പോയാൽ മതി. അയാൾക്ക് ഒരു വിളിവുള്ളവനല്ല. ഈ വിളിവ് കേട്ടവനെ തന്നെ ഇന്ന് വരും വിളിച്ചത് തന്നെ ഇപ്പൊ ചെല്ല് ചിന്തിക്കുന്നത്. അത് ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കട്ടെ. ഏതായാലും മണ്ണ് പോയതല്ലേ. എന്റെ പ്രിയരെ, യേശുവിന്റെ ദിവ്യ സ്വഭാവം. ക്ഷമിക്കണേ, പൊറുക്കണേ, ക്ഷമിക്കണേ, പൊറുക്കണേ, വിട്ടുകളയണേ, ഉപേക്ഷിക്കണേ. ദൈവത്തിന് മഹത്വം. അങ്ങനെയൊക്കെ യോഗം നടത്തുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ വിടുതലാണ്, അനുഗ്രഹമാണ്. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചോ ഒരു സഭയെ ഉദ്ദേശിച്ചോ ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചല്ല, മുഴുവൻ ആൾക്കാരോടുമായി പറയുന്നത്. വിശേഷിച്ച് പല ഉപദേശമാര് പ്രസംഗിക്കുന്നത് ഞാൻ കടമെടുക്കുക, ഇങ്ങനാന്നല്ലോ ഇങ്ങനാന്നല്ലോ ഇങ്ങനാന്നല്ലോ. 3 പേരിൽ എന്റെ തങ്കനാണ്. ഞാൻ എന്റെ കൂട്ടുസഹോദരനോട് കൂടെ പ്രവർത്തിക്കുന്നതോട് മിണ്ടാതെ കയറി അഗാപ്പെ പറഞ്ഞാലോ? ഞാൻ കൂടെ ഉള്ള ആളിനോട് പാര വെച്ച് പുള്ളിയോട് മിണ്ടുകയില്ല, മൃഗലിക്കുകയില്ല, പുള്ളിക്കെതിരെ കേസ് കോടതിയായിട്ട് ഞാൻ നിന്ന് തകർക്കുക. അഗാപ്പെ മിണ്ടുന്നില്ല. ഓ, മിണ്ടണ്ട. ദൈവത്തിന് മഹത്വം. നമുക്ക് സ്വഭാവത്തിന് യേശുവിന്റെ ദിവ്യ സ്വഭാവം, എല്ലാം ക്ഷമിക്കുന്ന പൊറുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. രക്ഷപ്പെടും. ദൈവത്തിന് മഹത്വം. അതേ മുമ്പോട്ട് പോകാം. അപ്പോൾ സുവിശേഷം, ദൈവത്തിന്റെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം ഓടിച്ചു പറയാം. യോഹന്നാന്റെ ഇനി വാക്യങ്ങളൊക്കെ അറിയണമെന്ന് വായിച്ചാൽ നല്ലതാ, പക്ഷേ സമയം പോകുന്നല്ലോ, അതുകൊണ്ടാ. അപ്പൊ ഓടിച്ചെന്ന് പറയാം. സുവിശേഷം, ദൈവത്തിന്റെ മഹത്വം. എന്തുമായി സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, സ്ഥലം മാറുന്നതുമല്ല. ഇവിടെ നട്ട ചുരുവെണ്ണം എടുത്ത് അപ്പുറത്തെ പുരയിടത്ത് നട്ടു, അതാണോ സുവിശേഷം? അല്ല. പണ്ട് അച്ഛൻ പറഞ്ഞത് കടമെടുക്കുക. കോഴിക്കോട്ട് പാപം ചെയ്തവനെ തീവണ്ടിയെ കയറ്റി കോയമ്പത്തൂരോട്ട് വിട്ടു, അതാണോ? അല്ല. വണ്ടി മാറിയെന്നേ ഉള്ളൂ. വണ്ടി മാറിയെന്നേ. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല. ഇപ്പൊ ചിലര് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ദേഹത്തല്ല, റോഡ് ചെല്ലുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കാ, പോകാനൊക്കത്തില്ല. ആകെ ഒരു റോഡേ ഉള്ളൂ, അത് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ചെല്ല് ആ പൊടിമീശി വന്ന് പിരിച്ചിട്ട് ഇന്നാളെടുത്തും പറഞ്ഞു അങ്ങനെ ഉണ്ട്. ഇവന്റെ പെമ്പളയ്ക്ക് ശ്രീധരൻ കിട്ടിയതാ. അധികാരികൾ കണ്ണടക്കുക. അതേസമയം നമ്മൾ ഒരു സുവിശേഷ യോഗം നടത്തട്ടെ. ഒന്നാമത് നമ്മുടെ മൈക്ക് കൊള്ളുകയല്ല. അല്ലേലിയ എന്ന് പറയുമ്പോൾ അറിയാന്ന് അറിയിക്കുന്നത്, അതാണ് നമ്മുടെ മൈക്ക്. പക്ഷെ അവർ മറ്റുള്ളവർ ഓരോ പോസ്റ്റേലും വെച്ച് കെട്ടിയിരിക്കും, ഓരോ പോസ്റ്റേലും. അതെ, ഓരോ പോസ്റ്റേലും. ആണെന്ന് ആർക്കും പ്രശ്നവും ഇല്ല. റോഡും ബ്ലോക്കാക്കി മിണ്ടുന്നില്ല. നാട്ടുകാരുടെ സൗകര്യം കെടുത്ത് അല്ല സുവിശേഷം. മറ്റു വഴിമണങ്ങൾ ഇറക്കിയേച്ച് ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നത് അല്ല സുവിശേഷം. പോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയേച്ച് ചേരാ ഞങ്ങളുടെ സംഘടന, അതല്ല സുവിശേഷം. ചേർന്നില്ലെന്നെ ഇപ്പൊ കാച്ചിക്കളയും, അതാണോ സുവിശേഷം? അല്ല. ഇത് ഭീഷണിയല്ല, മറ്റുള്ളവന്റെ സൗകര്യം കെടുത്തുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റവും സഭമാറ്റവുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു.
പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ദൈവദാസനത് വായിച്ചോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നസറേയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. വിശദീകരിക്കുന്നില്ല, പറഞ്ഞു വിടുക. അതാണ് സുവിശേഷം. അടുത്തത് എന്തിനാ സുവിശേഷം? സുവിശേഷം എന്തിനാ? ചില ആൾക്കാർ പറഞ്ഞ ചിലരുടെ വയറ്റിപ്പഴപ്പനാണ്. വയറ്റിപ്പഴപ്പൻ, എല്ലാവരും വയറ്റിപ്പഴപ്പന. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആവശ്യമല്ലയോ? പിന്നെ ചിലരുടെ വയറ് ഇച്ചിരി വലുതും ചിലരുടെ വയറ് ചെറുതാണെങ്കിലും 8 പൊറോട്ട പിടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം. ഈർക്കലി പരുവാണെങ്കിലും പുറകോട്ട് പോവുകയല്ല. നമ്മളവർക്കും ചെറിയ വയറാണ്, നല്ല പിടിയാണ്, പോളിങ് നല്ലതാണ്. വണ്ണമുള്ളവരും അത്ര മോശമല്ല, അവരും പുറകോട്ടൊന്നും അല്ല. അപ്പൊ ഇത് വയറ്റിപ്പഴപ്പിനാണ് എല്ലാരും പറയുന്നത്. വയറ്റിപ്പഴപ്പ്, എല്ലാരും വയറ്റിപ്പഴപ്പിന്. സുവിശേഷം വയറ്റിപ്പഴപ്പിനല്ല. എന്നാലൊരു അമ്മ പറയുന്നു, ഇങ്ങനെ പറയുന്നത്, കുറെ ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര് പരിശോധന നിന്നപ്പോ നല്ല മതിലിനകത്ത് എന്ന് പറയാം, ജോലിയും കൂലിയില്ലാത്ത കുറെ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിദ്യാഭ്യാസമുള്ള, പിന്നെ ഒട്ടുമില്ലാത്തത് എനിക്ക് ഒള്ളി സാറിനൊക്കെ, അല്ല പിന്നെ ബാങ്കിന്റെ മാനേജാകുമോ? ഇവരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാ, പിന്നെ വിവരമില്ലാത്തത് എനിക്കേ ഉള്ളൂ. എന്നാലും എന്നെ കേട്ട് നിങ്ങൾ ഇരിക്കുന്നല്ലോ, വലിയ കാര്യം, ദൈവത്തിന്റെ മഹത്വം. ഇവരൊന്നും ഒരു ജോലിയും കൂലി ഇല്ലാത്തവരല്ല. അദ്ദേഹം ആണ്ട് പിന്നെ എവിടെ സൗത്ത് ആഫ്രിക്കയല്ലേ അല്ലേ? പിന്നെ സംശയമാണ് അവിടെ ആന്നല്ലേ ഇന്നാൾ എന്നോട് പറഞ്ഞു. അതെ, ഇപ്പൊ നാട്ടിൽ വന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം ശിവജാനും ജോളിയാൻ അയർലൻഡിൽ ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വളരെ മാന്യമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു. ഇവിടെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഒരു ജോലി കൂലി മേലെയില്ലാത്തവരല്ല. ചില പറഞ്ഞ ജോലിയും കൂലി മേലെയില്ലാത്തവരുടെ മാർഗം അല്ല. സുവിശേഷം എന്തിനാ? ഒരു മനയില്ലാത്തവർ അല്ലല്ലോ. ഇവിടെ എല്ലാം ഒത്തിരി ബന്ധപ്പാടുള്ള ഗവൺമെന്റ് സർവീസിലല്ലയോ? അതെ, ഇന്നാൾ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, സാറിന്റെ ഫ്രണ്ടിലല്ലയോ? അതെ, സബ് രജിസ്ട്രാർ. ഞാൻ പറഞ്ഞാൽ തെറ്റുമായിരുന്നു, എന്തായാലും ഒപ്പിച്ചു. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ, ഈ പന്തലിൽ ഇരിക്കുന്നവരല്ല ജോലിയും കൂലി ഇല്ലാത്തവരല്ല. അപ്പൊ ചിലർ പറയാ ജോലിയും കൂലി ഇല്ലാത്തവരുടെ മാർഗമാണത്. അല്ല, സുവിശേഷം എന്തിനാണെന്നറിയാമോ? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അറിവുള്ള വാക്യമാ. തീത്തോസ് 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഒന്ന് വായിച്ചേർത്തദാസനെ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. എല്ലാം വിവരിക്കുന്നില്ല. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? മനുഷ്യനും രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വഴി, നസറേയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. രോഗികൾ സൗഖ്യമാകുന്ന നാമം, മുടന്തര് നടക്കുന്ന നാമം, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന നാമം, ഊവരെ സംസാരിപ്പിക്കുന്ന നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം, ഇത് പകർത്തമുള്ള നാമം, സൗരഭ്യമുള്ള നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയോ ഭൂലോകരുടെയോ അധോലോകരുടെ മുടങ്കാലുകൾ മണ്ണിൽ നിന്ന് വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഞാനെന്നും തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം, ഞാനെന്നും തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. എന്നോട് പറഞ്ഞ സമയമാകുന്നത് എങ്ങനെ ഇരിക്കണോ പറയണോ? എന്തോ പറഞ്ഞു, എന്തോ പറ. ഇങ്ങനെ വെച്ചാൽ എനിക്കറിയത്തില്ല. എത്ര നേരം കൂടെ എടുക്കണം? പറ. ഒന്നും ആയില്ല, തുടങ്ങിയതേ ഉള്ളൂ. സാറേ, അദ്ദേഹം പറയുന്നു 9:30 എന്നാ 9 സമയം. എന്നാ മതി, നിർത്തിയേക്കാം.
എന്നാ സാറിന്റെ ശബ്ദമായിട്ട് അല്ലേ മോശയ്ക്ക് അകരവും നിന്നെന്ന് പറഞ്ഞ പോലെ ആയിക്കോട്ടെ, എന്നാ എടുക്കട്ടെ, ആയിക്കോട്ടെ. ദൈവത്തിന് മകത്ത് ഈ യോഗം നടത്തുമ്പം നമുക്കെല്ലാം പ്രയോജനം ഉണ്ടായിരിക്കണം. ഞങ്ങൾക്കും പ്രയോജനം വരണം, നിങ്ങൾക്കും പ്രയോജനം വരണം. മനസ്സിലായി കാണും. അപ്പൊ ശ്രദ്ധിക്കുക. 9:30 നടക്കും. അതാ 9:30 കറക്റ്റാന്നേ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, മാമൂല് കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. ഞങ്ങളുടെ വീട്ടിൽ സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, അപ്പച്ചൻ പാസ്റ്റർ, വല്യപ്പച്ചൻ പഴയ ഉപദേശിയ. നീ സ്വർഗത്തിൽ പോകുകയല്ല. പുള്ളിയുടെ കാര്യം തന്നെ കഷ്ടത്തില്ല. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ജമ്മാച്ചനുണ്ട്, അവൻ മെത്രാനുണ്ട്, അവൻ തിരുമേനി. ഞങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ടത്. ആ നല്ലതാ. കലമണ്ണിയിൽ കശീഷ ആക്ക നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. തോമാശ്ലീഹ വന്ന കാലത്ത് 4 ബ്രാഹ്മണ കുടുംബത്തിൽ മുഖ്യ. അതിലൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഏതാ? കല്ലുകാളികാവ്, ശങ്കരപുരി, ബഹലോമറ്റം. അതിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തില് ഒരു തായ്വഴി പെട്ടതാണ് എന്റെ ഫാദർ. നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. കല്ലിശ്ശേരി, റാന്നി ആ ഭാഗത്തും പെങ്ങളെ കെട്ടിച്ചവരൊക്കെ അവര് പറയും ഞങ്ങൾ സിറിയയിലെ ഉറഹായി എന്ന് വന്നതാണ്. വള്ളത്തേല് 72 കുടുംബം. വള്ളത്തേല് നല്ല കാര്യം. വള്ളത്തിലോ ബോട്ടിലോ കപ്പലിലോ എന്തിലും. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. അതാണ് വേദപുസ്തകത്തിന്റെ പ്രമാണം. പള്ളി പണിത് കൊടുത്തുകൊണ്ടോ, പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഹോള് പണിയാൻ 10 സെന്റ് സ്ഥലം കൊടുത്തത് കൊണ്ടോ, 2 പാൻ മേടിച്ചിട്ട് ഇറക്കിയത് കൊണ്ടോ, ഉപദേശമാർക്കും അച്ഛന്മാർക്കും ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അച്ഛന് ലോഹായിക്ക് തുണി കൊടുത്തത് പിള്ളേർ ഉപയോഗിക്കുമെന്ന് വന്നപ്പോ ഉപദേശിക്ക് 2 ഷർട്ട് കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. കൊടുത്തത് തിരിച്ച് മേടിക്കുകയും ചെയ്യരുത്. ഇവിടെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്നാൽ പിന്നെ നീ തന്നേക്കാൻ. അല്ല, അങ്ങനെയുള്ളവരുണ്ട്. തന്നേച്ച് ഉണ്ട്. വേറൊന്നും ഞാൻ ഇപ്പൊ പറയാൻ തന്നെ ഉണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവന് 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. എണ്ണയും കൊടുക്കണ്ട, മെഴുകുതിരിയും കൊടുക്കണ്ട, കോഴിയും കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, പൊടി കൊടുക്കണ്ട, ഏത്തക്കൊല വേണ്ട, വാഴക്കൊല, പൂവം വേണ്ട, ചിങ്ങനാതി വേണ്ട, പിന്നെ ഏതാ ഒന്നും വേണ്ട. അല്ല, വല്ലതുമായിട്ട് ചെന്നിട്ടില്ല പ്രയോജനം. മതങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം കൊണ്ടുപോവാന്ന. ക്രൈസ്തവ മതം അതൊക്കെ തന്നെ. എല്ലാ മുഴുവൻ മതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ടുപോവാ അങ്ങനല്ലേ. ലിസ്റ്റ് തന്നേക്കുക. ലിസ്റ്റ് ഇന്നൊക്കെ വേണം. ആൾക്കാർ കിടന്ന് ഓടുക കിട്ടാൻ വേണ്ടി. ചില സമയത്തൊക്കെ വലിയ തെള്ള നമ്മൾ എന്നാ ടൗണിൽ മേടിക്കാൻ അതിനെ കൊണ്ടുപോകണ്ടേ. മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലോ വലിയ കാര്യം. മരങ്ങൾ പഠിപ്പിക്കുന്നെല്ലാം കൊണ്ടുപോകാന്ന. എന്നാൽ അത് കൊണ്ടുവന്നിട്ട് വല്ല ഗുണവുമുണ്ടോ? വായിച്ച് മീഖ 6:8 വായിച്ച് 6:6 മുതൽ വായിച്ചോ. മീഖ 6:6 മുതൽ വായിച്ചേ. ദൈവദാസനെ മീഖാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ നിന്ന് വായിച്ചേ. എന്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ചെന്നു. ജോസനാണ് വായിക്കുന്നത്. സന്തോഷം. എന്തോന്നുകൊണ്ട് ഞാൻ സന്നിധിയിൽ ചെന്നു. ഞാൻ എന്തോ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. വാഴക്കൊല മതിയോ? ഏത്തക്കൊല മതിയോ? പൂവനാണോ? പടക്കോഴി വേണോ? ആട് വേണോ? നാട് വേണോ? ആള് വേണോ? എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് ചോദിക്കുക. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അടുത്തത് ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? എന്തിനാ അങ്ങോട്ട് ചെല്ലുന്ന? കാളയായിട്ട്. ദൈവത്തിനൊരു കാണ, ദൈവത്തിനൊരു ആട്. ഇടകൊട്ട അണ്ട് 3-4 ചെല്ലും. ഒരു മല മുഴുവൻ ആടാ, വലയാട്. എന്നാലാ നമ്മള് കറവയില്ലാത്ത കറവ പറ്റിയ കറക്കാൻ പോലും സമ്മതിക്കല്ല. കിടന്ന് ഞാലില്ല. എന്നാലും ഇച്ചിരി പാല് ഉടനെ നമ്മൾ തീരുമാനിക്കാം അത് നമുക്ക് സഭയ്ക്ക് കൊടുക്കാമെന്ന്. ദൈവത്തിന് മിണ്ടുന്നില്ല. അയ്യോ, നാട്ടിലെ 1000 ജന്തുക്കള് ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടാക്കിയവനാ ദൈവം. ദൈവത്തിനൊന്നും ആവശ്യമല്ല കേട്ടോ. നിന്റെ ആടും വേണ്ട, കാലം വേണ്ട, പൂവൻ കോഴിയും വേണ്ട. കോഴിയുടെ പള്ളിക്ക് പിടിച്ച് അങ്ങോട്ട് പോവാ. അതിനാ അവിടെ ചെല്ലണം. എന്നിട്ട് കോഴിയുടെ തല വെട്ടി വെച്ചു പരക്കി വെച്ച് കോഴി നടക്കും.
ഇതുകൊണ്ടൊന്നും ചെന്നിട്ടൊന്നും ഗുണമില്ല തങ്കമ്മേ. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അടുത്ത വാക്യം വായിച്ചോ. 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? അയ്യോ സ്തോത്രം. പ്രസാദിക്കുമോ? ഇല്ല. എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണം. അയ്യോ പിള്ളേരെ കൊല്ലരുത്. നരവേലി അടലന്തൂര് ഒരു വട്ട് പിടിച്ച നാളെ കണ്ടിച്ചു. തലയുടെ പേര് ഞാൻ മറന്നുപോയി. എന്തോ എലന്തൂര് മാതൂച്ച കണ്ടിച്ചെന്നേ ദൈവം പ്രസാദിക്കാൻ. യോ ഈ ഭ്രാന്ത് പിടിച്ചതിനെയല്ല എന്നാ ചെയ്യാനാ? നരബലിയൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കുളിരിയൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നീ കോഴിയും കണ്ടിക്കണ്ട, ആടിനെയും കണ്ടിക്കണ്ട, മാടിനെയും കണ്ടിക്കണ്ട, മനുഷ്യനെയും കണ്ടിക്കണ്ട, അത് രക്തവും ചൊരിയണ്ട. പിന്നെന്തോ ചെയ്യണം? നിന്നെ അങ്ങ് കൊടുക്കേ. സ്തോത്രം. എന്റെ യാതൊരു കണ്ടിക്കണം. അടുത്ത വാക്യം അടുത്തത്. മനുഷ്യ നല്ലതെന്തെന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുക. പിന്നെ ന്യായം പ്രവർത്തിക്കുക. ഒന്ന് നീ ന്യായം പ്രവർത്തിക്കണം. മനസ്സിലായോ? ഇതാ കാണിച്ചത് ന്യായം. അനീതിക്കൊന്നും കൂട്ടു നിൽക്കരുത്. ചേട്ടനോ അനുജനോ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഭാഗോടും പിഴവ് കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുക്കണം. അടിച്ചു മാറ്റരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പനും വെല്ലുപ്പനും ജാതാറ ഇങ്ങനെ അരിഞ്ഞു കിടന്നപ്പോ കുറിച്ചതിലേക്കൂടെ ചേച്ചി വിരല് പിടിച്ചു നമുക്ക്. എന്നിട്ട് കള്ളയാധാരം. അങ്ങനെയുള്ള ഒത്തിരി ബിരുദന്മാരുണ്ട്. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. സ്തോത്രം. ആനെ കൈപ്പിടിയില്ലാത്ത ഒരു എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. ഞാൻ 9 വരെ പൊക്കോളാൻ പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് പോവുക. ദൈവത്തിന് മഹത്വം. നീതിന്യായമൊക്കെ ഉണ്ടായിരിക്കണേ. കൈ വെടിപ്പായിരിക്കണേ. കൈ മലർത്തുമ്പോഴൊക്കെ ഇതിനൊക്കെ തകൃതി ഒന്നും കാണരുത്. വെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. മനുഷ്യ വായിച്ചേ. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരൻ ദയ വേണേ. സമൂഹത്തോട്, മനുഷ്യനോട്, സഹജീവികളോട്, സഹോദരങ്ങളോട്, അയൽവത്തുകാരോട് ദയ വേണം. അതിനാ ദൈവം ദയ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി ആയുസോടിരിക്കുന്നത്. നമുക്കും ദയ ഉണ്ടായിരിക്കണം. ചില വെറുതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ചുമ്മാ പോകുമ്പോഴും പട്ടിക്കിട്ട് കല്ലറിയും. പട്ടി എവിടെ വെറുതെ എനിക്ക് മൃഗത്തോട് പോലും അനുകമ്പ. അതുകൊണ്ടാണ് ഈ രാത്രി വരുമ്പോ പട്ടി നിന്റെ ബൈക്കിന്റെ പുറകെ എന്താ പറയാ ഭാഷയെ പ്രാർത്ഥിക്കണം. അവിടെ ഒരു പട്ടിയുണ്ട് ചാത്തങ്കേരി പാലത്തിന്റെ പുറകെ. എന്നെ കാണുമ്പോ നീ പണ്ടതിനെ എറിഞ്ഞതാ. പട്ടിക്ക് പോലും നിന്നോട് ദയ ഉണ്ടായിരിക്കണം. ദയ. പിന്നെ അടുത്ത വാക്യം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും എന്താകുന്ന യഹോവ നിന്നോട് ചോദിക്കുന്നത്. അതേ ഉള്ളു. വേറൊന്നും ചോദിക്കും. നിന്റെ അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, കിണിയും വേണ്ട, ഒന്നും വേണ്ട. നീ താഴ്മയോടെ വാ. ഇന്ന് രാത്രി ദൈവസന്നിധി സമർപ്പിക്കുക. എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. എന്റെ കൈവശം ഒന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. നിന്റെ ഭൗതിക വസ്തുക്കളൊന്നും കർത്താവിന് വേണ്ട, മതവും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കും. എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ അവിടുത്തെ തൃക്കരങ്ങളെ സമർപ്പിക്കണം. അങ്ങനെ ആര് സമർപ്പിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആകെ മുമ്പോട്ട് പോകും. അപ്പോ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അടുത്തത് ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം 1-ാം വാക്യം. ആരായത് കേൾക്കേണ്ടത്? 49-1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കുവിൻ. ഇത് കേൾക്കാം. എല്ലാരും കേൾക്കണം കേട്ടോ. എല്ലാരും കേൾക്കണം. സകല ജാതികളും. മനുഷ്യനായി ജാതിയും മർഗവും മരണവും ഒക്കെ ഒപ്പിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളും. ചില ആൾക്കാർക്ക് ചില ചിന്തയുണ്ട്, ഞങ്ങൾ ചില കൂടിയത് അവർ കുറഞ്ഞതാണ്. എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാ. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണം ഒറ്റ ഒരുത്തൻ്റെയാ. തർക്കം വല്ലതും ഉണ്ട് ഇപ്പൊ എഴുന്നേറ്റ് പറയണം. കല്യാണത്തിന് പറയാൻ പോലെ ഇപ്പോഴും മൗനമായിരിക്കുന്നത് പോലെ ഒറ്റ ഒരുത്തല്ല. അങ്ങനെ വേദപുസ്തകം വേദപുസ്തകം വിശ്വസിക്കുന്നില്ല. പിന്നെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയെ ഉളവാക്കി. സകല മനുഷ്യന് ഒട്ടിവരുത്തുന്ന സന്തതികളാണ്. പിന്നെ ഈ പരുവത്തിനൊക്കെ ആയത് സാഹചര്യവും ജോലി ഭക്ഷണക്രമവും
ക്ലൈമറ്റും ഒക്കെ കൊണ്ടാണ് ഈ പരുവത്തിന് എല്ലാവരും അതെ. ഇവിടെയും കറുത്തവരുണ്ട്, അമേരിക്കയിലും കറുത്തവരുണ്ട്. പക്ഷേ കറുപ്പിന് എപ്പം വ്യത്യാസം ഇല്ലയോ ചാക്കോച്ചാണ്? ഉണ്ട് 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 വ്യത്യാസമുണ്ട്. കാരണം ഭക്ഷണത്തിന്റെ ക്രമവും ക്ലൈമറ്റ്, അവിടെ നല്ല ക്ലൈമറ്റ് ഒക്കെയാ. ഇവിടെ ചൂടെടുത്ത മനുഷ്യൻ പുകഞ്ഞ ചോദനം കിടന്ന് തോട്ടിച്ചാടുക. പണ്ടുണ്ടായിരുന്ന പൊരുന്നക്കോഴിയെ കെട്ടി തൂക്കിടും അടിക്കുമ്പോൾ. അപ്പൊ പിന്നെ ഫാനും ഒക്കെ ആയി. ഒന്നും അറിയാമല്ലോ, എല്ലാം ലണ്ടനിൽ നിന്ന് വന്നതാണ്. ഉള്ള ഇന്ന് കണ്ട ബെക്കിംഗ്ഹാം പാലസ് ഇന്നലെ വന്നതാ ലോകത്തിന് വേണ്ടി. അത് ക്ലൈമറ്റും ഭക്ഷണക്രമവും. ഇവിടെ ഉള്ളവരുടെ ഭക്ഷണക്രമം അല്ലല്ലോ അവിടെ ഉള്ളവർക്ക്. അതവിടുത്തെ സാഹചര്യമാണ്. അവർ ചുമ്മാ ഇരിക്കുമ്പോൾ നട്ട്സും പിസ്തായും നട്ട്സും ബദാമും ഒക്കെ. നമ്മൾ കഴിക്കുന്നതന്നെ ആഞ്ഞിലിക്കുരു വറുത്തത്. അവിടെ പോയി ചോട്ട് നിൽക്കും, ആഞ്ഞിലിക്കാവല്ലോ പണ്ട് ഇല്ല കയറി പറഞ്ഞത് പറിച്ചു ചാരത്തിനകത്ത് ഒന്ന് ആഞ്ഞിലി കയറിയവനാണ്. ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല. ഇരിപ്പ് കണ്ട അവനെ ആ ആഞ്ഞിലിക്ക് അവർ കൊണ്ടുവന്ന പഴയ അമ്മമാർക്ക് ഓട്ട് പറക്കകത്ത് വറുത്ത് വെച്ച് മുളത്തിലോട്ടിട്ട് മുളനാടി ഉണ്ട് എന്നിട്ട് അത് പേറ്റി അതിന്റെ ഇതെല്ലാം കളഞ്ഞു വെച്ച് അതാണ് നമ്മുടെ നട്ട്സ്. മറ്റവരെ എന്നാലും നല്ല അണ്ടിപ്പരിപ്പ്. അപ്പൊ അണ്ടിപ്പരിപ്പ് കഴിക്കുന്നവന്റെ മുഖവും ആഞ്ഞിലിക്കാക്കുറു തിന്നുന്നവന്റെ മുഖവും ഒരുപോലെയാണോ ചാക്കോച്ചാണ്? അല്ല. അപ്പൊ ക്ലൈമറ്റുണ്ട്. ക്ലൈമറ്റും ഭക്ഷണക്രമം കൊണ്ടൊക്കെ ഞാൻ വ്യത്യസ്തത. പക്ഷെ ഒരു കാര്യം പറയാം, സകല എണ്ണ ഒറ്റ വേറെ പുസ്തകമല്ല പഠിപ്പിക്കുന്നത്. ഭൂതലത്തിൽ നിന്ന് മുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പക്ഷെ മനുഷ്യനായി ജാതികളെല്ലാം തരംതിരിച്ചു വെച്ചേക്കുന്നത്. ഞങ്ങൾ കൂടിയവരെ, ഞങ്ങൾ ആദ്യ ബ്രാഹ്മണര്, മറ്റവര് ക്ഷത്രിയര്, ഇവര് വൈശ്യര്, മറ്റവര് ശൂദ്രര്, പിന്നെ ബാക്കിയെല്ലാം ബ്രാഹ്മണോകം നരേന്ദ്രോഗമാദ്യോഗം എന്നിങ്ങനെ ആമ്രേടി കലർന്നീടും ദയാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാറ്റിച്ചു പോകിലും ബന്ധു കണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണ്. ഇത് ഇച്ചിരോടൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാണ്. അതാ എനിക്ക് സുഖം വരുന്നില്ല. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. അതായത് യോഗം തീരുന്ന സമയത്തെങ്കിലും വെച്ചല്ല വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാദ്യോഗം എന്നിങ്ങനെ ആമ്രേടി കലർ നീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാറ്റിച്ചു പോകലും ബന്ധു കണ്ണീറാൽ ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴാൽ കൃമികളായി പോകലും. അപ്പൊ ഞങ്ങൾ കൂടുതലാ. മുഖത്തിൽ നിന്ന് വന്നവര്, നെഞ്ചിന്റെ അവിടെ നിന്ന് വന്നവര്, ഈ ഭാഗത്ത് നിന്ന് വന്നവര്, കാലയിൽ നിന്ന് വന്നവര്, പിന്നെ വന്ന ചരിത്രം ഒന്നും പറയണ്ട, മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഒരു കുടുക്കാരൻ എഴുതി വെച്ചതാണ്. അവന്റെ പേര് മൈക്കൂടെ പറയാൻ വേറെ കേസാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മനുഷ്യന്റെ എല്ലാം പ്രകൃതിയെ തരം താഴ്ത്തി ഞങ്ങൾ കൂടിയവരാ, എവര് കുറഞ്ഞവരാ, അല്ലല്ല, എല്ലാം ഒറ്റ സന്തതിയാണ്. മനുഷ്യൻ ഇതെല്ലാം തരംതിരിച്ചിങ്ങനെ ഒപ്പിച്ചു വച്ചിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 49 പറഞ്ഞത്, സകല ജാതികളുമായുള്ളവര് ഇത് കേക്ക്. എന്തുവാ? സുവിശേഷം കേക്ക്. അതിന് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത് ആ സുവിശേഷം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നത് സുവിശേഷമുള്ളൂ. എല്ലാവരും കേട്ടിരിക്കാൻ പറ്റുന്നത് സുവിശേഷമുള്ളൂ. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേട്ടിരിക്കാൻ, എല്ലാവരും കൂടെ കേട്ടിരിക്കാൻ ചില പ്രായമുള്ളവര് വർത്താനം പറയുമ്പോ പറയലേ, എന്തുവാടാ മൂത്തവര് വർത്താനം പറഞ്ഞതിന്റെ കീഴേ കയറി. അപ്പൊ മൂത്തവര് പറയുന്നൊക്കെ അത്രയാ. കൊച്ചുങ്ങൾക്ക് കേൾക്കാനൊന്നും ഞാൻ പറഞ്ഞ അച്ഛൻ കിട്ടിയില്ലേ? മൂത്തവര് പറയുന്നല്ല അത്രയാ, കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത. ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇപ്പൊ പിള്ളേരെ പറഞ്ഞ അല്ല പിള്ളേർ ഞങ്ങൾ പറഞ്ഞേ നേരെ തിരിഞ്ഞു. അപ്പൊ അവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നില്ല, അവന്മാരും ഇതൊക്കെ തന്നെ. അപ്പൊ ഇവിടെ പറയുന്നതല്ല എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്തതാ. എന്നാൽ എന്റെ പ്രിയരെ, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. അപ്പച്ചനും വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും കൊച്ചുമക്കൾക്ക് യൗവനക്കാരത്തേക്ക് ഏത് തുറകളിൽപ്പെട്ടവർക്കും ഒന്നിച്ചിരുന്ന് ഒരേ സമയത്ത് എവിടെയും ഇരുന്ന് കേൾക്കുവാനും പറയുവാനും പറ്റുന്ന കർണത്തിന് സുഖമുണ്ടാക്കുന്ന നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. എവിടെ
എവിടെയും ഉയർത്താൻ പറ്റുന്നത്, എവിടെയും പറയാൻ പറ്റുന്നത്, ആരോട് പറയാൻ പറ്റുന്നത്, എവിടെയും അറിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത, അത് സത്യസുവിശേഷം. അതിനെ ഈ ദിവസങ്ങളിൽ ഇന്ന് നാളെയൊക്കെ ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. സകല ജാതികളുമായുള്ളവരെ. പക്ഷെ ഞാൻ നമ്മുടെ പെന്തിക്കോസ്തുകാർ പറയാറുണ്ട്, നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ യോഗം നടത്തിയ എല്ലാവരെയും കേൾപ്പിക്കുകയല്ല. മുമ്പ് ഞാൻ പറഞ്ഞില്ല, കേൾപ്പിക്കുകയല്ല. ഇവിടെ വന്നാലേ ക്ലിയറായി കേൾക്കുകയുള്ളൂ. ആ മുക്കിൽ വന്നാൽ കേൾക്കുകയല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, മറ്റവര് കേൾപ്പിക്കും. ഓരോ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്, ഒന്നര വിട്ട് വണ്ടികളൊക്കെ പോകുമ്പോൾ 3-4 കിലോമീറ്റർ ചെന്നാലും കേൾക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ല. ചെറിയ ഓടാൻ വെച്ചിട്ട് ഇത്രേ ഉള്ളു, ചെറിയത്. ഒന്ന് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ടും. നമുക്ക് ആ കൂടെ വെച്ചതാ ഇത്. അതും അതുങ്ങളോട് പറഞ്ഞ് ഇച്ചിരൂടെ താത്ത് പിടിക്കാൻ. ഇവരുടെ കാര്യമല്ല, പൊതുവില്ലേ മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോൾ എന്തുവാ ചാർജ്? അതിനതാ ഇച്ചിരൂടെ താക്കാവും. എന്നാ പുള്ളി താത്തു, ഒരു ബോക്സ് താത്തു. മകൾ അല്ല, അവരുടെ കൂടെ ഇതിനൊക്കെ ചെലവില്ലയോ? ഉണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ എല്ലാത്തിനും പേടിത്തൊണ്ടന്മാരുവാ. അതാ പറഞ്ഞത്, സൂക്ഷ 9 ആകുമ്പോ അതിന് കാര്യം എന്നാണെന്നറിയോ? വളരെ കാര്യമല്ല. നിങ്ങൾ ചെലുത്തി തന്നെ നമുക്ക് തരുന്ന സാങ്ഷൻ 9 നിർത്തണം. അതാ. മറ്റവര് 11 ആയാലും അവർ നിർത്തത്തുമില്ല. നിർത്തിക്കാൻ ആരും അങ്ങോട്ട് ചെല്ലുകയില്ല. ചെന്നാൽ ഒരു മടക്കി തിരിച്ച് വല്ല മനസ്സിലാകുന്നുണ്ടോ? നത്ത് കുത്തിയിരിക്കും പോലിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞ 9 കാരണം ചെന്നപ്പം പറഞ്ഞു കാണും, 9 പറഞ്ഞു കാണും. അപ്പൊ ചോദിച്ചു കാണും, ആരാ നിങ്ങളുടെ മാസ്റ്റർമാരൊക്കെ കിടന്ന് അലറും 9 ആകുമ്പോ? ഇതിനും വലിയ അലർജി ആ വേറെ സ്ഥലങ്ങളിൽ ആർക്കും പ്രശ്നവുമില്ല. അതുകൊണ്ട് നമ്മളും പറയും 9 ആകുമ്പോ നിർത്തിയേക്കണം, അധികം ശ്രദ്ധ എടുക്കരുത്, കോളാൻ. അല്ല, നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അല്ലയോ? ഒരു രാജ്യത്ത് പാലിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. ഒരു വിഭാഗക്കാർക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടും മറ്റൊരു വിഭാഗക്കാര് ഇത് പാലിക്കണമെന്ന് പറയുന്നത് നീതിയല്ല. പിന്നെ ഒരു കാര്യം, ഇവിടെ നീതി ന്യായം ഒന്നുമില്ല. നീതിയായിട്ട് ഭരണം വരുന്നെങ്കിൽ യേശുവിന്റെ ഭരണമാണ്. പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിച്ച് ഇന്ന് രാത്രി യോഗം പ്രാർത്ഥിച്ച് നിർത്താം. അതേ ഒക്കുള്ളൂ. ഇത് കേൾപ്പിക്കത്തില്ല നമ്മുടെ ആൾക്കാർ, കേൾപ്പിക്കുകയല്ല. മറ്റവരെല്ലായിടത്തും പറ്റിട്ടുണ്ട്. ആർക്കും കേൾക്കാം. നമുക്ക് ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ വായിക്കുന്നത് സകല ജാതികളുമായുള്ളവരെ ഇത് എല്ലാവരെയും കേൾപ്പിക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന സുവിശേഷം. ഓടിച്ച് പറയാ, എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും അവരെ രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേൾക്കാനുള്ള ഗുണമല്ല, കേൾക്കാനുള്ള ഗുണം സുവിശേഷം കേട്ടാലേ. ഒത്തിരി കാര്യം പറയേണ്ടതാ. സുവിശേഷം കേട്ടാല് ദൈവത്തിന് മകത്വം. ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശു ഗലീലയിൽ ചെന്ന് അവൻ സുവിശേഷം അറിയിച്ചെന്ന വായിച്ച് 1:14 മുതൽ എന്ന് വായിച്ചു. മർക്കോസ് 1:14 മുതൽ. ഓടിച്ചങ്ങ് നിർത്താം പെട്ടെന്ന്. 1:14 മുതൽ എന്ന് വായിച്ചു. ദൈവത്തിന് മകത്വം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിവരിക്കുന്നില്ല. അവൻ സുവിശേഷം കേട്ടാനുള്ള ഗുണം ഒന്ന്, മാനസാന്തരപ്പെടണം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുവാ ഈ മാനസാന്തരം? തിരിഞ്ഞു വരണം. പഴയ സംസാരം, ചിന്തകള്, വികാരങ്ങള്, പോക്ക്, നടപ്പ്, ഇടപാട് അതെല്ലാം നിർത്തണം. അതാ മാനസാന്തരം. നല്ല ഉദാഹരണം സക്കായിയുടേതാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ മുന്നോട്ട് ഓടി, പുറകോട്ടല്ല, മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയെ കയറിയിരിക്കുക. യേശു അതിലെ വരുക. പുള്ളിക്കറിയാം ഇതിലെയാ വരുന്നെന്ന്. എങ്ങനെയോ അറിവ് കിട്ടി. അതിനാ പുള്ളി മുന്നോട്ട്, ആള് നീളം കുറവാ. ഓടി കാട്ടത്തിയെ കയറി. ഇലയൊക്കെ ഒത്തിരി ഉള്ളതാ. പമ്മി ഇരിക്കുക. യേശു പോകുമ്പോ എങ്ങനെയുള്ളവരെന്ന് കാണാൻ. കാരണം കേട്ടിട്ടുണ്ട് വലിയ പുള്ളിയാന്ന്. എങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കും,
കുരുടർക്ക് കാഴ്ച കൊടുക്കും, ചെറുടർക്ക് കേൾവി കൊടുക്കും. ആ നൈലിലെ വിധവയുടെ മകനെ മഞ്ചത്തെത്തുള്ളൂ, ചെറുക്കൻ ചാടി എഴുന്നേറ്റു. പിന്നെ യേശുവിന്റെ ഒരു ഗുണം, ചാടി എഴുന്നേറ്റ് ചെറുക്കനെ കൊണ്ട് പോയില്ല, ചെറുക്കനെ അമ്മയ്ക്ക് കൊടുത്തു. ഇന്നത്തെ ബിരുദന്മാരെ ചെറുക്കനെ പിന്നെ അമ്മയെ കാണിക്കുകയല്ല, അതല്ല പിന്നെ വീഡിയോ കൂടെ, ഹായ് മോനെ ഇപ്പൊ ഇവിടെ ശുശ്രൂഷ, ഇപ്പൊ മമ്മി പുത്തരിക്കണ്ട മൈതാനത്ത് തലക്ക് കാണാനൊക്കെ. കാരണം ഇവനെ ഇട്ടാ പിന്നെ അടുത്ത പരിപാടി ബ്രദറിന് എന്തോ സംഭവിച്ചു ഒന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ചത്തുപോയി, മഞ്ചത്തിലായിരുന്നു, ഈ ബ്രദർ വന്ന് ആ ബ്രദറിനോട് പറഞ്ഞപ്പോ ഈ ബ്രദർ ആ ബ്രദർ ഈ മൊത്തം ബ്രദറാ. യേശു അവനെ കൊണ്ട് എങ്ങും പോയില്ല. യേശുവിനെ അമ്മയ്ക്ക് കൊടുത്ത് യേശു അടുത്ത് ശുശ്രൂഷയ്ക്ക് പോയി. അപ്പൊ ഇങ്ങനെയുള്ള യേശുവിനെ ഒന്ന് കാണണം. അതിന് സഖായി മുന്നോട്ട് ഓടി ചെന്ന് കാട്ടത്തിയുടെ മോളിൽ കയറിയിരിക്കുക. അറിയാതെ എന്റെ ഭാഷയാ പമ്മിയിരിക്കുക. യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്ത് വന്ന് കർത്താവ് അത്തിയുടെ ചോട്ട് വന്ന് മേളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സഖായി ഉരുളി വീഴാതെ ഇറങ്ങി വാ. അങ്ങനെ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാനിങ്ങനെ ആ ഭാഗം പ്രസംഗം പറയുന്നത്, യെരൂശലേമിലോട്ട് പോകുക, പക്ഷെ പ്രോഗ്രാം ചേഞ്ച് ആക്കി. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. കർത്താവിനെ കാണാൻ ആഗ്രഹമുള്ളവന് വേണ്ടി ദൈവം പ്രോഗ്രാം ഒക്കെ ചേഞ്ച് ആക്കും. യേശുവിനെ ആരാധിക്കാനും അംഗീകരിക്കാനും സേവിപ്പാനും സ്നേഹിപ്പാനും ഒക്കെ താല്പര്യത്തോടെ നീ വന്ന് ചില പ്ലാനൊക്കെ ദൈവം വ്യത്യാസപ്പെടുത്തും. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. അയ്യോ വീട്ടിൽ കൊണ്ടുചെന്നു യേശു വീട്ടിൽ വന്നപ്പോഴേ മാനസാന്തരമായി. അല്ല, മേളിയിരുന്നപ്പോഴേ കണ്ടല്ലോ. മേളിയിരുന്നപ്പോൾ ആരും കണ്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി മേളിൽ, പക്ഷെ അഗ്നിയാലിക്കൊത്ത കണ്ണുള്ളവനാ. അത്തിയുടെ മേളിൽ ഇരുന്നവനെ യേശു കണ്ടു. അല്ല, അത്തിയുടെ കീഴേ ഇരുന്നവനെയും കണ്ടു. അവനെ ചോദിച്ചു, നീ സാക്ഷാൽ ഇസ്രായേൽ ഇവന് എന്നെ എങ്ങനെ അറിയാം? നീ അത്തിയുടെ കീഴേ ഇരുന്നപ്പോ. അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും, അത്തിയുടെ കീഴിരുന്നാലും കർത്താവ് കാണും. ഒന്നും മറവല്ല. പിന്നെ ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുമ്പോൾ വേദപഠിതാക്കൾ പറയുന്നത് പാപം ചെയ്ത ആദാമും ഹവ്വായും അത്തിക്ക് മറഞ്ഞെന്ന. അതിനെ അവര് ന്യായമായിട്ട് പറഞ്ഞത് അത്തിയില കൊണ്ടാണല്ലോ അമ്മാമയ്ക്ക് മിടിയും അച്ചായന് ബർമുടയൊക്കെ ഉണ്ടാക്കിയത്. അതിനാണ് പറഞ്ഞപ്പോ മാതിക്കാൻ ആണെന്ന് ഒരു മെടിയും ബർമുടയും അത്തിയില കൊണ്ട്. അപ്പൊ ഇത് പാപം ചെയ്ത ഇവര് അത്തിക്ക് മറഞ്ഞിരുന്ന. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞ അത്തിക്ക് മറഞ്ഞിരുന്നാലും കർത്താവ് നിന്നെ കാണും, അത്തിയുടെ മേളിലിരുന്നാലും കർത്താവ് കാണും, അത്തിയുടെ കീഴിലിരുന്നാലും കാണും. സങ്കീർത്തനക്കാരൻ പാടുക, ഞാൻ ഇരിക്കുന്നത് വരും, ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിന്റെ കണ്ണ് മറവൊന്നുമല്ല. നഗ്നമായി അവൻ സകലതും എറിയുന്ന കാണുന്ന ഒരു നല്ല കർത്താവിനെയാ ഞാൻ നിങ്ങൾ ഭജിക്കുന്നത്. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. അപ്പൊ ശ്രദ്ധിക്കുക, നല്ലതുപോലെ അറിയുന്ന കർത്താവ് യേശു ഈ വീട്ടിൽ വന്നപ്പോഴേ സഖായിക്ക് മാനസാന്തരം. സഖായിയുടെ മാനസാന്തരം എന്നാന്നറിയോ? വന്നോട് ഞാൻ പറഞ്ഞത് പകുതി ദരിദ്രന്മാർക്കാ. അതാ മാനസാന്തരം. പകുതി ദരിദ്രന്മാർക്ക് കൂടി യേശു കൊടുക്കാനൊന്നും പറഞ്ഞില്ല. സഖായി നിന്റെ വീട്ടിൽ വരണം, നീ പകുതി ആർക്കെങ്കിലും കൊടുത്തെങ്കിലേ ഞാൻ അങ്ങോട്ട്, ഇതൊന്നും പറഞ്ഞില്ല. അവന് മാനസാന്തരം വന്നു. യേശുവേ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. പിന്നെ ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺവെൻഷൻ നടന്നല്ല, പിന്നെ നടപ്പത്തിൽ തള്ളി മാറ്റിയേച്ച് യോഗം തമ്പേർ മേടിക്കാന്നല്ല. പകല് ഫയർ കോൺഫറൻസും വൈകിട്ട് ഫയർ. അല്ലല്ലല്ല, മിണ്ടുന്നില്ല. മാനസാന്തരം അയൽക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കുമ്പനാട്ടോട്ടല്ല പോകേണ്ടത്, ആദ്യം അവന്റെ വീട്ടിൽ ചെല്ലണം. ബ്രദറെ, എന്റെ ഭാഗത്ത് നിന്ന് വന്ന് തെറ്റ് ക്ഷമിക്കണം, ഞാനൊരു ദൈവവൈദ്യനായി കൊടുക്കണം. ഇതാ മാനസാന്തരം. ഇത് നമ്മൾ പിന്നെ 5 സ്റ്റേയും കൂടെ വെച്ച് പൊക്കിക്കെട്ടി. മിണ്ടുന്നില്ലല്ലോ. എന്നാ മിണ്ടാനാ?
മനസ്സിലാകാതെയാണോ അതോ എന്നെ പൊട്ട് കളിപ്പിക്കുകയാണോ? മനസ്സിലാകുന്ന തിരിഞ്ഞു വരണം, വഷളത്വം വിടണം. അതൊക്കെ വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. അപ്പൊ സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും, രണ്ട് സുവിശേഷം അത് പറയണം, ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല സാറേ, ഇത് പറഞ്ഞെങ്കിലേ ഒക്കുള്ളൂ. സുവിശേഷം കേട്ടാൽ രണ്ട് സ്നാനം നടക്കണം. ഒന്ന് മാനസാന്തരം, രക്ഷിക്കപ്പെടണം. രണ്ട് സുവിശേഷം കേട്ടാൽ സ്നാനം, തെളിവ്. ഐശ്വര്യരാജിയുടെ കാര്യവിചാരകൻ ആ ശമന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരിക, തേരിനകത്ത് തിരിച്ചിങ്ങോട്ട് വന്നപ്പം വെറുതെ ഇരിക്കുകയല്ല, തിരുവെടുത്ത് വായിക്കുക. നമ്മുടെ വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തുമാണ്. പുള്ളി അതിനകത്തൊന്നുമല്ല, പുള്ളി അന്ന് അതില്ലല്ലോ, ഉണ്ടെങ്കിലും പുള്ളി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി തിരുവെടുത്ത് പരിശോധിച്ചു. അപ്പോ ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പെട്ടെന്ന് ചെല്ലാൻ പീലിപ്പോച്ചനോട് ശബരിയിൽ ഭയങ്കര ശുശ്രൂഷയാ, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പുള്ളി ഓടി തേരിനോട് ചേർന്നു കയറാൻ പറഞ്ഞു. കയറി ഇരിക്കെ ഇരുന്നപ്പം ഷാങ്ങൻ വായിക്കുക. എന്തോ വായിക്കുന്നത്? അയ്യോ ഞാൻ തിരുവെടുത്താ. ഏത് ഭാഗമാണ്? യെശയ്യാ പ്രവചനം. ഏത് അധ്യായമാണ്? അന്ന് അധ്യായം തിരിച്ചിട്ടില്ലെങ്കിൽ ഭാഗം അടക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്നു. അപ്പൊ ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഓ, വായിക്കുന്നതല്ലാതെ. അയ്യോ മിക്കവരും ഇങ്ങനെ വായിക്കുന്നതേ ഉള്ളു, ഗ്രഹിക്കുന്നില്ല. ചുമ്മാ അങ്ങ് വായിച്ചു വിടുക. അതിലെ വായനാ ഭാഗം നമ്മുടെ ഇടയിലുണ്ട്. ചുമ്മാ അങ്ങ് വായിക്കുക. നാളൊരാൾ മരണം വീട്ടിൽ വായിച്ചു, എപ്പിസോഡ്സ് വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്യുന്നെന്ന് പുള്ളി വായിച്ചു വിടുക. മൃഗയുദ്ധം വന്ന പുള്ളി അങ്ങ് വായിച്ചു. മൃദംഗ യുദ്ധം ചിങ്ങവനത്തെ സഭയെ പണ്ട് വായിച്ചതാ. ദുഷ്ടന്മാരുടെ വഴിയോ യോനാശകരമാകുമെന്ന്. ദുഷ്ടന്മാരുടെ വഴിയോ ഒരു ചെറിയ വരയുണ്ട്, അങ്ങനെ ആയിട്ട്. അപ്പൊ പുള്ളിക്ക് ഇത് വലിയ തിട്ടമില്ല. ദുഷ്ടന്മാരുടെ വഴിയോ യോനാശകരമാകുന്നു, വായിച്ചു വിടുക. അല്ല, എന്തിനാ അവരുടെ കാര്യം പറഞ്ഞ? എന്റെ കാര്യം പറയാം. ബൈബിൾ സ്കൂളില് KK മാത്യു അവർ പഠിപ്പിച്ചപ്പോ പെട്ടെന്നൊരു വാക്യം പറഞ്ഞു. ഞാൻ കടയിൽ നിന്ന് വായിച്ചു, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കും. അങ്ങനെ ആ വാക്യം ഞാൻ വായിച്ചത് എങ്ങനെയാണെന്ന് സാറിന് കേൾക്കണോ? ഞാൻ വായിച്ചു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത്. സാറ് പറഞ്ഞു പെണ്ണുങ്ങളെല്ലാം നിന്നെ തല്ലിക്കൊള്ളി ഇറങ്ങണമെന്ന് പറഞ്ഞു ക്ലാസ്സിന് വഴി. അല്ല, ഞാനും നിങ്ങളൊക്കെ അങ്ങ് വായിച്ചു വിടുന്നതേ ഉള്ളൂ, ഗ്രഹിക്കുന്നില്ലല്ലോ. ഏത് ഭാഗമാണ് യെശയ്യാവ്? എന്തുവാ വായിച്ചത്? ഇന്നതാ ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുൾ തരാഞ്ഞാൽ പീലിപ്പോച്ച പൊരുൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ പൊരുൾ ആണ് 35-ാം വാക്യം വായിച്ച് പെട്ടെന്ന് വായിന് 35 വായിന് 8:35 അപ്പോസ്തലനെ പ്രതി. അവിടെ എന്തോ വിഷയം. 8:35 പെട്ടെന്ന് വായിച്ചു, നേരെ പോകുന്നു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. കേട്ടോ, ഈ തിരുവെഴുത്ത് ആധാരമാക്കി യേശുക്രിസ്തുവിനെ പറ്റി സുവിശേഷം അറിയിച്ചു. എന്തിനേറെ സുവിശേഷം പറഞ്ഞു മുമ്പോട്ട് തേര് പോകുക. അപ്പൊ തേരിനകത്തിന് ഇങ്ങനെ സുവിശേഷം പറഞ്ഞു കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം. ഉടനെ ഈ ഫിലിപ്പോസിനോട് ശരണം പറയാതെ വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനം ഉണ്ട്. സ്നാനം പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞാൽ നീ കള്ളനാ. ആണെന്ന് ശരിക്കും എനിക്ക് സമയമില്ലാത്ത കൊണ്ടാ. ഇല്ലെങ്കിൽ ഞാന് പിന്നെ ഇത്രയും അരയും കൂടെ തന്നതിൽ ഞാൻ കൃതാർത്ഥനായി. നിങ്ങൾക്ക് നന്ദി. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ടെന്ന്. അതാ കണ്ണം പറഞ്ഞത്. വെള്ളം ഇനിയും കാണും. നിനക്കെന്നാ? എനിക്ക് സ്നാനപ്പെടണം. നീ വിശ്വസിക്കുന്നു എങ്കിലാകാം. ഈ സ്നാനം പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല. ഇന്നും അപ്പഴത്തിന് ഇപ്പം കാസാവലിയും കൂടി പിള്ളേര് മടത്തില്ല. എന്നാ മുങ്ങ അപ്പച്ച അവസാനം അങ്ങേയറ്റം മറ്റുമ്പോ പുള്ളി പറഞ്ഞു, അമ്മ മുങ്ങ എവിടാ? ചാത്തക്കേരി കടവിന്റെ അവിടെ കൊണ്ട് മുക്കി. പണ്ട് വള്ളക്കാലില് ഒരപ്പച്ചനെ മേക്കാട്ട് വേവിച്ചാൽ നമുക്ക് മുക്കി പൊക്കിയപ്പോ പുള്ളി നിന്റെ എല്ലാം സൂക്കേട് തോന്നല്ലേ, ഞാൻ പോവാ. എടാ, ഇത് സൂക്കേട് തീർക്കാനല്ല മുങ്ങുന്നത്, യേശുവിനോട് ചേരാനാ. അവിടെ തോണ്ടരക്കടവിന്റെ അവിടെ തോണ്ടരക്കടവില് തിരുമൂലം ചോറിനുട്ടി മണ്ട കൊടുത്തന്നെ മുക്കി വിട്ടപ്പോ അവൻ ഉണ്ടായിട്ട് അക്കരയ്ക്ക് പോയി. അക്കരയ്ക്ക് പോയിട്ട് തിരിഞ്ഞു പോലും ഒരു അക്ഷരം പറഞ്ഞെന്നാ പോകുകയാണെങ്കിലും പറഞ്ഞില്ല. മുഖ്യ ചോറിനുട്ടി നോക്കി നിൽക്കുക. അവൻ അക്കരെ കയറിയിട്ട് കണ്ണാട്ടിപ്പുഴ കറിയാച്ചന്റെ വീട്ടിൽ കയറിയിരുന്നാ പിന്നെ കേൾക്കുന്നത്. പിന്നെ മനസ്സിലായി കല്യാണം നടത്താൻ വേണ്ടി മുക്കിയത് അവൻ ഇച്ചിരി ഇളക്കമായിരുന്നു.
വെള്ളത്തിലോട്ട് നോക്കിയാൽ വെള്ളം ചെലുത്താത്തല്ല അവിടെ കയറി കളഞ്ഞപ്പോൾ അവനങ്ങ് പോയതാ. ഇത് കല്യാണം നടത്താനല്ല മുക്കുന്നത്, ആളെ കൂട്ടാൻ മുക്കുന്നതല്ല, പ്രായമുള്ളവരെ മുക്കുന്നതുമല്ല, പിള്ളേരെ മുക്കാനുമല്ല. മുക്കുന്നത് ആരെയെന്നറിയോ? വിശ്വസിക്കുന്നവരെ. യേശു ക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ മരിച്ചുവെന്നും അവിടുത്തെ പരിശുദ്ധ രക്തം എന്റെ സകല പാപങ്ങൾ പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്നും അവിടെ നിന്ന് വീണ്ടും വരുമെന്നും ആ വരവ് ഞാൻ ചേർക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിനെ ആരാധിപ്പാൻ അവിടുത്തെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഭവിക്കുന്നത് ആ സ്നാനം. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞ സ്നാനമുണ്ട്, ദൈവത്തിന്റെ മഹത്വം മാത്രമാണോ? ശരിക്കും സുവിശേഷം പറഞ്ഞ അഭിഷേകം പ്രാപിക്കണം. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോച്ചൻ പോവുക, പുള്ളി പോവുകയല്ലായിരുന്നു. പുള്ളിക്ക് ഇച്ചിരി വെച്ചിരുത്തല്ലേ ഉള്ളേ. പുള്ളി എല്ലായിടത്തും ഒന്നും പോവുകയില്ല, എല്ലായിടത്തും ഒന്നും കഴിക്കത്തില്ല. നമ്മുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, ചില വീട്ടിൽ വെച്ചാൽ പ്രാർത്ഥന വെച്ചാൽ പോവുകയില്ല, അഥവാ പോയാലും അവിടെ നിന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട്, കഴിക്കാൻ കൊടുക്കുന്നവരും വീടും വൃത്തിയായിട്ട് കൊടുക്കണം. പണ്ട് മാസികത്തിന് അപ്പച്ചനെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും നോക്കി വയ്ക്കുക. അപ്പച്ചൻ വെളിയിൽ ഇരുന്നപ്പം വെളിയിൽ കണ്ടു അപ്പച്ചൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്, തോർത്തുമൊക്കെ കെട്ടി വലിയ കുശിനിക്കാരനാ. എന്നുവെച്ചാൽ പുള്ളി ഒന്ന് ചൊറിഞ്ഞ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ കടുക് വാരി ഇടുക, ചൊറിഞ്ഞേച്ച് കൈ കഴുകാതെ. പുറകിരുന്നവർ കണ്ടു, അവര് മെസ്സേജ് പാസ് ചെയ്തു കഴിക്കണ്ടെന്ന്. ഞാൻ കൊച്ചൻ ഉറങ്ങുകയാണോ കേട്ട് ഗ്രഹിച്ചിരിക്കുകയാണ്. നടന്ന കാര്യമാണ്. ആ ചെയ്യുമ്പോൾ നീർവൃത്തിയായിട്ട് ചെയ്യണം, അതും വേണം. രണ്ടു വശമുണ്ട്. ഇപ്പൊ അത്ര പറയുന്നുള്ളൂ, ഇപ്പൊ അത്ര നിങ്ങൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞത് എനിക്ക് വിവരമൊന്നുമില്ല എന്നാ. വിവരം ചോദിച്ചു അത് തന്നെ ഇങ്ങനെ വിടുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. കൊടുക്കുന്നത് വൃത്തിയായിരിക്കണം. ശരി, പത്രോസ് അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല, കഴിക്കത്തില്ല. അത് കർത്താവിന് അറിയാവുന്നത് തുപ്പട്ടി ഇറക്കി കാണിച്ചു. തുപ്പട്ടി പണ്ടൊരാൾ വായിച്ചു, തീപ്പട്ടി കാണിച്ചത് പത്രോസിനെ. അപ്പൊ പറഞ്ഞു അങ്ങനെ തെറ്റിച്ച് വായിക്കാതെ ശരിക്കും അടുത്തും വായിച്ചു, തേപ്പൊട്ടി കാണിച്ചു. തേപ്പൊട്ടി അല്ല, തീപ്പെട്ടി അല്ല, തുപ്പട്ടി കാണിച്ചു. എന്നിട്ട് സകല നാൽക്കാലി എഴുതാതി എല്ലാം ഉണ്ട്, അറുത്ത് തിന്നാൻ. പത്രോസ് പറഞ്ഞ് മലിനമായതൊന്നും അല്ലല്ല, നീ ഞാൻ വിശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് എണ്ണുന്നോ? അന്നേരം നാട്ട് കൊർന്നേലിയോസിന്റെ വീട്ടിൽ നാള്. അപ്പൊ മനസ്സിലായി അങ്ങോട്ട് പോകാൻ ദൈവം കാണിച്ച ദർശനമാണ്. അല്ലാതുള്ള പോത്തിനെയും പശുവിനെയും പന്നിയെയും പെരുമ്പാമ്പിനെയും തിന്നാനല്ല. നിങ്ങളടുത്ത് പറഞ്ഞ് ഞാൻ പെരുമ്പാമ്പിനെ തിന്നുമെന്ന് കണ്ടാൽ കിട്ടുകയല്ല. അയ്യോ, ഇവന്റെ കൂടെയൊക്കെ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. പെരുമ്പാമ്പിനെ കൊടുക്കാൻ പറഞ്ഞ് കണ്ടംപൂച്ച കണ്ടാൽ ഞാൻ വിടുകയല്ലെന്ന്. എന്തെല്ലാം തിന്നാനുണ്ട്, എന്നാലും അവന് എന്തെല്ലാം തിന്നാനുണ്ട്. നമുക്ക് വിട്ടേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ അറുത്ത് വച്ചിക്കണം. അങ്ങനെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് പത്രോസ് വിവരിക്കുന്നില്ല അധികം. ഉടനെ കൊർന്നേലിയോസ് പറഞ്ഞു, അയ്യോ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. പത്രോസ് വാ തുറന്നു തിരുവെടുത്ത് പറഞ്ഞു. പത്രോസ് ഇങ്ങനെ ദൈവവചനം പറഞ്ഞപ്പോൾ 44 വായിച്ച് എന്തോ സംഭവിച്ചു. 44 പെട്ടെന്ന് വായിച്ചു. 44 10:44 പെട്ടെന്ന് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ അപ്പോൾ ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഇതാ സുവിശേഷം. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യൻ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികൾ കേൾക്കണം. കേട്ടാലുള്ള ഗുണമല്ല, 1 മാനസാന്തരപ്പെടും, 2 സ്നാനം നടക്കും, 3 അഭിഷേകം പ്രാപിക്കും. സ്തോത്രം. ഇനിയുണ്ട്, ഒത്തിരി ഉണ്ടെങ്കിലും സമയം പോയതുകൊണ്ടങ്ങ് നിർത്തുക. ഇനി ആരേലും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളും കർത്താവ് വരാൻ താമസിച്ചാൽ വല്ലതും വിളിക്കുകയാണെങ്കിൽ എനിക്കൊരു 2-2.5 മണിക്കൂർ തരണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഇത്രയും സന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി.